സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ കൃപാ മിനിസ്ട്രിയിലേക്ക് അടിയനെ കടന്നു വരുവാൻ തക്കോണം കർത്താവിന് ഇടവരുത്തി കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാല കൃപാ മിനിസ്ട്രി ലീഡ് ചെയ്യുന്ന ജസ്റ്റിസ്റ്റോടും പ്രിൻസിയോടും എല്ലാ കൃപാ മിനിസ്ട്രിയിലൂടെ എല്ലാ അംഗങ്ങളോടുമുള്ള നന്ദി അറിയിക്കുകയാണ്. എല്ലാവരും സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാവരും ഒരു കുടുംബാംഗങ്ങളെ പോലെയാണ്. ഞാൻ നിങ്ങളെല്ലാം ഈ ദിവസങ്ങളിലൊക്കെ എനിക്ക് പറ്റുന്ന സമയങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് ജോയിൻ ചെയ്യാറുണ്ട്. വീഡിയോയുടെ മുമ്പിൽ വരാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും പുറകിൽ നിന്നാലും മീറ്റിംഗ് ഞാൻ പലപ്പോഴും അറ്റൻഡ് ചെയ്യാറുണ്ട്. ചില സാഹചര്യങ്ങളുടെ ബുദ്ധിമുട്ടുകൊണ്ടാണ് വീഡിയോയുടെ മുമ്പിൽ വരാൻ പറ്റാത്തത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എൻ്റെ പ്രിയ കൂട്ടു സഹോദരങ്ങൾ, ആത്മീയ സഹോദരങ്ങൾ ഒക്കെ ഇതിനകത്ത് കടന്നു വന്ന് ശുശ്രൂഷിക്കാൻ ഇടയായി തീർന്നു. അതിലൊക്കെ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. കാരണം ഏറ്റവും അധികം എനിക്ക് സന്തോഷം ഞാൻ വന്ന് ശുശ്രൂഷിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്നോടൊപ്പമുള്ള കൂട്ടു സഹോദരങ്ങൾ ഇതിനകത്ത് വന്ന് ശുശ്രൂഷിക്കുമ്പോഴാണ് ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കുന്നത്. അവർക്കൊക്കെ ഒരു വേദി കർത്താവ് ഇവിടുന്ന് ഒരുക്കി കൊടുക്കുമ്പോൾ അവരെക്കാൾ കൂടുതൽ ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കുന്നു. കാരണം കർത്താവിൽ ഒരു സമയത്ത് ഇതുപോലെ നമ്മൾ എങ്ങനെയാണോ കടന്നു വന്നത് അതേ സ്റ്റേജിലൂടെ കടന്നു വരുന്നവരെയൊക്കെ ഒരു കൈത്താങ്ങ് കൊടുത്ത് ആത്മീയമായി വളർത്തിക്കൊണ്ടുവരുവാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടിയല്ലേ ഒരു കൈത്താങ്ങ് കൊടുക്കുമ്പോൾ കർത്താവ് നമ്മളെ അപ്പുറത്ത് വേറൊരു സ്ഥലത്ത് കർത്താവ് കൊണ്ടുപോയി മാനിക്കും. ദൈവത്തിന് സ്തോത്രം. കൃപാ മിനിസ്ട്രി ഓർത്ത് പ്രത്യേകം ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരു 40 days ഫാസ്റ്റിംഗ് നിങ്ങൾ ക്രമീകരിച്ചു ശക്തമായി ആത്മാവിൻ്റെ ആ ഒരു പ്രേരണയോടുകൂടെ തന്നെ ഈ മീറ്റിംഗ് കടന്നു പോകുന്നതും ശക്തമായി ഇതിനകത്ത് ദൈവിക സാന്നിധ്യം വെളിപ്പെടുന്നതും അനുഭവിച്ചറിയുവാൻ തക്കണം ഇടയായി തീരുന്നു. കർത്താവോട് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ. നമ്മൾ ഒരു നിമിഷമെങ്കിലും ദൈവസന്നിധിയിലായിരിക്കുന്നുണ്ടെങ്കിൽ അത് എല്ലാം ഏറിയ മഹത്വത്താൽ ഹല്ലേലൂയ ദൈവനാമം മഹത്വപ്പെടത്തക്കവണ്ണം അതോടൊപ്പം തന്നെ അതിനുള്ള പ്രതിഫലം നമ്മൾക്ക് അത്ഭുതകരമായി കർത്താവ് തരിക തന്നെ ചെയ്യും. എത്ര സമയങ്ങൾ മാറ്റിവെച്ചും സാഹചര്യങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടും അതൊക്കെ മറികടന്ന് വന്നിരിക്കുന്ന അനേകരുണ്ട് ഇതിനകത്ത്. അവരെയൊക്കെ കർത്താവ് മാനിക്കും. ഞാൻ എപ്പോഴും കാണുന്ന ചില ഫേസുകളുണ്ട് ഇതിനകത്ത്. എപ്പോൾ കയറിയാലും ഇതിന്റെ മുമ്പിലിരിക്കുന്ന ചില ഫേസുകളുണ്ട്. ദൈവം നിങ്ങളെയൊക്കെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം എപ്പോഴും ഞാനും ആഗ്രഹിക്കുന്ന ദൈവത്തിനു വേണ്ടി, ദൈവനാമത്തിനു വേണ്ടി എന്തെങ്കിലും നമ്മൾ ഒരു ചുവടെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാത്രമേ ഉള്ളൂ നിലനിൽക്കുന്നതും പ്രതിഫലം ഉള്ളതും. ഭൗതികമായി ചിലത് ആഗ്രഹിച്ചാണെങ്കിൽ ഈ നാളുകളിൽ നമ്മൾ ആരും എങ്ങും പോയിരിക്കേണ്ട. ഭൗതികമായിട്ട് മാത്രമുള്ള വിഷയത്തെ എയിം ചെയ്തിരിക്കുകയാണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ എങ്ങും പോണ്ട. കർത്താവിന്റെ സന്നിധിയിലും പോയിരുന്ന് ഭൗതികമായിട്ടുള്ള വിടുതലിന് വേണ്ടി മാത്രം ആരും പോണ്ട. കാരണം ഭൗതികമായിട്ടുള്ള വിടുതലുകൾ നേടിയാൽ അതൊക്കെ താൽക്കാലികമല്ലേ. നമ്മുടെ കൂടെ നിൽക്കുന്നവർ പോലും നാളെ ഉണ്ടോ നമുക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആത്മീകമായിട്ട് എന്തെങ്കിലും വളരണമെന്നും കർത്താവിൽ നിന്ന് ചിലതെന്തെങ്കിലും പ്രാപിക്കണമെന്നും ആഗ്രഹമുള്ളവര് ദൈവസന്നിധിയിൽ നിന്നാ മതി. അതാ കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവ് 23-ാം സങ്കീർത്തനത്തിന്റെ ലാസ്റ്റ് ഭാഗത്തിൽ പറയുന്നു, നന്മയും കരുണയും രാഷ്കാലമൊക്കെയും എന്നെ പിന്തുടരുമെന്നല്ലേ. അത് നമ്മൾ തേടി പോണ്ട കാര്യമില്ല, അത് എന്നെ പിന്തുടരുമെന്ന് ദാവീദ് പറയാ. എന്തുകൊണ്ടാ? അതിനകത്ത് 1-ാം വാക്യത്തിൽ പറയുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു. എനിക്ക് മുട്ടുണ്ടാകിയില്ല. ഇന്ന് ഇവിടെ കടന്നു വന്നവരുടെ ഹൃദയത്തിനകത്ത് എൻ്റെ ഇടയൻ ആരാ എന്നൊരു ബോധ്യമുണ്ടെങ്കിൽ നന്മയുടെയും കരുണയുടെയും പുറകെ പോകേണ്ട ആവശ്യമില്ല. അത് നിങ്ങളുടെ പുറകെ വന്നോളും. നിങ്ങൾ അതിന്റെ പുറകെ പോണ്ട. നിങ്ങൾ അതിനടിമയല്ല. നിങ്ങൾ ദൈവത്തിന്റെ പുറകെ പോകുമ്പോൾ യേശുവിനൊപ്പം നിങ്ങൾ സഞ്ചരിക്കാൻ തയ്യാറാണെങ്കിൽ അത് നിങ്ങളെ തേടി വരും. നന്മയും കരുണയൊക്കെ എന്താ നിങ്ങളുടെ പുറകെ വരേണ്ടതാ. ഒരിക്കലും നമ്മുടെ ആരും അതിന്റെ പുറകെ പോകേണ്ടവരല്ല. നമ്മൾ ആരും ഭൗതിക നന്മകൾക്ക് അടിമകളല്ല. നമ്മൾ കർത്താവിന്റെ മക്കളാ. കർത്താവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജാവാ, നമ്മുടെ യേശുപ്പൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു രാജാവിന്റെ മക്കളെന്ന് പറയുമ്പോ എന്താ, നമ്മൾ രാജ്ഞിയും രാജാവും ഒക്കെ തന്നെയാ. നമ്മൾ ഒട്ടും പൊസിഷനിൽ കുറവുള്ളവരല്ല നമ്മൾ ആരും. മാനുഷികമാകുന്ന രീതിയിൽ മറ്റു പലരും നോക്കുമ്പോൾ നമുക്ക് പല യോഗ്യതകളും ഇല്ലാതിരിക്കാം, നമ്മളിൽ കുറവുകളും ഉണ്ടായിരിക്കാം, നമ്മൾ അവരുടെ കണ്ണിനകത്ത്. പക്ഷേ മനുഷ്യന്റെ കണ്ണില് നിന്നയെന്ന് തോന്നുന്നത് കർത്താവിന്റെ കണ്ണില് മൂല്യമുള്ളതാ, മാന്യതയുള്ളതാ. ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരും ദൈവത്തിന്റെ കണ്ണിൽ മാന്യതയുള്ളവരാ, മൂല്യമുള്ളവരാ. കർത്താവ് നമ്മളെ അതുകൊണ്ടാണ് ഇവിടെ കൊണ്ടിരുത്തിയത്. എത്രയോ നമ്മളെക്കാൾ ശ്രേഷ്ഠര്, വിദ്യാഭ്യാസമുള്ളൊരു പൊസിഷൻസിൽ നമ്മളെക്കാൾ വലിയവരും ഒക്കെ എന്താ, അവരൊക്കെ മറ്റു ഭാഗത്ത് മനുഷ്യന്റെ കണ്ണിൽ വളരെ പ്രശസ്തരായി നിൽക്കുന്നവരും നമ്മളെക്കാൾ യോഗ്യതയുള്ളവരും ഒക്കെ എന്താ, അവരൊക്കെ സമാധാനം എന്തെന്നറിയാതിരിക്കുന്ന ചില മൊമെന്റിലകത്തും നമ്മൾക്ക് ഒന്നുമില്ലെങ്കിലും നമ്മൾ സമാധാനം അനുഭവിക്കുന്നുണ്ട്. എങ്കിൽ ദൈവമക്കളെ, നമ്മൾ ഒരു നിമിഷമെങ്കിലും സമാധാനത്തോട് ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ യേശു കർത്താവ് നമുക്ക് തന്നേച്ചു പോയൊരു വാഗ്ദത്തമാ സമാധാനം എന്ന് പറയുന്നത്. സമാധാനമില്ലാതെ അനേകം ഞരങ്ങുന്ന ഫാമിലികളുണ്ട്, അനേകം ഞരങ്ങുന്ന കുടുംബസ്ഥരുണ്ട്, അനേകം ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന അനേകരുണ്ട്.
അവിടെയൊക്കെ നമ്മൾ ദൈവത്തോട് നന്ദി പറയണം. കർത്താവെ, ഇന്ന് രാത്രികാലം ഞങ്ങൾ ഇവിടെ ദൈവസന്നിധിയിലായിരിക്കുന്നുണ്ടെങ്കിൽ ആർക്കും കിട്ടാത്ത, പലർക്കും കിട്ടാത്തൊരു സമാധാനം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ. സമാധാനമില്ലാതെ നമുക്ക് എവിടെങ്കിലും ഉറച്ചിരിക്കാൻ പറ്റുമോ? ഉറച്ചിരിക്കാൻ പറ്റത്തില്ല. ഒരു സമാധാനം ഇല്ലാത്ത വ്യക്തിയെ നോക്കിക്കഴിഞ്ഞാൽ ഒരിടത്ത് ഇരിപ്പിൽ തന്നെ നമുക്ക് മനസ്സിലാവും വ്യക്തിക്ക് എന്താ ഒരിടത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കാൻ പറ്റത്തില്ല അല്ലേ, സമാധാനമില്ലെങ്കിൽ. പക്ഷേ നമ്മൾ ദൈവസന്നിധിയിൽ വന്ന് ശ്രദ്ധയോടെ വചനം കേൾക്കാനും പാട്ടുകൾ പാടി കൈയടിക്കാനും ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നൊരു സമാധാനമുണ്ട്. ഇതൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിച്ചു വന്നതല്ല, പക്ഷെ കർത്താവ് എന്നോട് പറയിപ്പിക്കുക അല്ല, എന്റെ വിഷയത്തിലോട്ടും അല്ല ഞാൻ കടന്നിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് കടന്നു വന്ന ദൈവമക്കളെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നൊരു, നമ്മൾ പ്രാപിക്കുന്ന ഒരു സമാധാനം ഉണ്ടല്ലേ. അതെന്താ വേണ്ടത്? മറ്റുള്ളവരിലേക്ക് പകരപ്പെടണം. അതിനാ നമ്മളെ വിളിച്ചിരിക്കുന്നത് അല്ലേ. നമ്മുടെ ലക്ഷ്യം കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക, ലോക സംഭവങ്ങൾ നമ്മളെ അറിയിച്ചുകൊണ്ടിരിക്കുക. ഇനി മുതൽ ഇനി അങ്ങോട്ടുള്ള കാര്യം അല്ലേ, നമ്മുടെ ഈ ഫാസ്റ്റിംഗ് പ്രയർ കഴിയുമ്പോൾ നിങ്ങളൊരു തീരുമാനം എടുക്കണം. കർത്താവിൻ നന്മയും കരുണയും അന്വേഷിച്ച് ഞാൻ ഇനി പോകത്തില്ല. എവിടെ അതെവിടെ നമ്മൾ തീരുമാനം എടുക്കുന്നോ അവിടെ നമ്മുടെ ആത്മീക മണ്ഡലം തുറക്കപ്പെടാൻ തുടങ്ങും. എത്ര പ്രതിസന്ധി ആയിക്കോട്ടെ, ഒരുപക്ഷെ വീട്ടിനകത്ത് പല പ്രതിസന്ധികളും ഉണ്ടായിരിക്കാം, പല പ്രാർത്ഥനയുടെ വിഷയങ്ങൾ പലതും പെൻഡിങ് കിടക്കുകയായിരിക്കാം, വാക്തത്വങ്ങൾ. പക്ഷേ ഞാൻ ജീവിത അനുഭവം കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് അല്ലെ. ഇപ്പോൾ ഞാനിവിടെ ആയിരിക്കുമ്പോൾ പോലും എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിടുന്ന പ്രതിസന്ധികളുണ്ട്. ഞാനത് കടന്നു വരും. ഞാനത് ദൈവസന്നിധിയിൽ ദൈവത്തിന് കൊടുത്തൊരു വാക്കാ. ഇതിനകത്ത് ഞാൻ ഇന്ന് കടന്നു വന്ന് നിൽക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫേസ് ചെയ്യുന്നൊരു പ്രതിസന്ധി ഉണ്ട്. അതിൻ്റെ നടുവിലാണ് ഞാൻ ഇരിക്കുന്നത്. പക്ഷേ ഞാൻ ഈ വചനമായിട്ട് നിൽക്കുമ്പോൾ ഞാൻ പ്രാപിക്കുന്നൊരു ആത്മസന്തോഷമുണ്ട്, ഞാൻ പ്രാപിക്കുന്നൊരു ആത്മധൈര്യമുണ്ട്. കാരണം അത് എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്, വാക്കു പറഞ്ഞവൻ മാറാത്തവനാണ്. ഞാൻ എൻ്റെ കർത്താവിൻ്റെ നാമവും ഏന്തി നിൽക്കുമ്പോൾ എനിക്ക് വേണ്ടി എൻ്റെ അപ്പൻ അത്ഭുതം അപ്പുറത്ത് പ്രവർത്തിക്കുമെന്നേ. കാരണം അതിനു വേണ്ടി തേടിപ്പോകേണ്ട ആവശ്യമില്ല, ആരുടെയും കാല് പിടിക്കേണ്ട ആവശ്യമില്ല, ആരുടെ അടുത്ത് റെക്കമെൻഡേഷന് വേണ്ടി നമ്മൾ പോകണ്ട. നമുക്കുടെ അടുത്തല്ലേ നമ്മൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ സ്വർഗത്തിലൊരു അപ്പനുള്ളപ്പോൾ ആരുടെ അടുത്ത് റെക്കമെൻഡേഷന് വേണ്ടി നമ്മൾ പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. യേശു കർത്താവ് നമുക്ക് വേണ്ടി ജീവിച്ചു അല്ലെ, മരിച്ചു, ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വിഷയങ്ങൾ അപ്പൻ ഏറ്റെടുത്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഈ ഒരു ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം മാത്രം പറയാം അല്ലെ, ഭൗതിക നന്മകൾക്ക് വേണ്ടി ആരെങ്കിലും ആ ഒരു വിഷയം മുന്നിൽ നിർത്തി ഫാസ്റ്റിംഗ് എടുക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിവെച്ച് ഇന്ന് 15ാമത്തെ ദിവസമല്ലേ, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ കർത്താവെ, ഇന്ന് വരെ ഞാൻ വന്നതും കടന്നു വന്നതും പ്രാർത്ഥിച്ചതും ഒക്കെ അല്ലെ എൻ്റെ കുഞ്ഞിന്റെ വിഷയത്തിന് വേണ്ടിയാ, അല്ലെങ്കിൽ എൻ്റെ വീടിന്റെ വിഷയത്തിന് വേണ്ടിയാ, എന്തോ ഭൗതിക വിഷയം എൻ്റെ ജോലിക്ക് വേണ്ടിയാ ഞാൻ കടന്നു വന്നത്, ഉപവസിക്കുന്നത്. പക്ഷെ ആ ഒരു രീതി ഒന്ന് മാറ്റിയിട്ട് അതങ്ങോട്ട് മാറ്റിവെച്ച് കർത്താവെ, ഇന്ന് മുതൽ ഈ 15ാമത്തെ ദിവസം മുതൽ ഒരു 40 days ആകുന്നിടം വരെയുള്ള ഗ്യാപ്പിനകത്ത് എനിക്ക് ചിലത് പ്രാപിക്കണം, എനിക്ക് ചിലതൊന്ന് പ്രാപിക്കണം കർത്താവെ. അപ്പന്റെ ആ സാന്നിധ്യം എനിക്കൊന്ന് അനുഭവിച്ചറിയണം. ഒന്ന് കൊതിയോടൊന്ന് അടുത്തു വന്ന് നിൽക്കാമെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തോടൊന്ന് ആഴത്തിലൊന്ന് അടുത്ത് ഇറങ്ങി വരെ അല്ലെ. ഞാൻ ഇന്നൊരു വ്യക്തിയോട് സംസാരിച്ചോ പറഞ്ഞൊരു കാര്യമാണ്, കൊതിക്കുന്ന വിഷയവും കിട്ടിയാൽ കൊള്ളാം എന്നുള്ള രീതിയിലുള്ള വിഷയം തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു കാര്യം നമുക്കൊരു ആഗ്രഹമുണ്ട്, കുഴപ്പമില്ല, നിർബന്ധമില്ല, കിട്ടിയാൽ കൊള്ളാം എന്നുണ്ടെങ്കിൽ അതെന്താ, അതിനുവേണ്ടി നമ്മൾ കൂടുതൽ എഫേർട്ട് എടുക്കത്തില്ല. പക്ഷേ കൊതിയോടൊരു സാധനത്തെ നോക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു സാധനം എന്ന് പറയാൻ നമ്മൾ എത്ര എഫേർട്ട് കൊടുക്കും അല്ലെ. ആ ഒരു സാധനം അങ്ങനെയാണെങ്കിൽ നമ്മൾ കൊതിക്കേണ്ടത് ദൈവത്തിന്റെ സാന്നിധ്യത്തിനാണ്. ആ സാന്നിധ്യത്തിന് വേണ്ടി കൊതിയോടെ ദൈവസന്നിധി വരികയാണെങ്കിൽ നിറച്ചേ വിടൂ അപ്പൻ അല്ലെ. സ്വർഗത്തിൽ അപ്പം നിറച്ചേ വിടൂ. അത് കൊതിയുള്ളവർക്കേ തരത്തുള്ളൂ. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ ആത്മീകമാകുന്ന വിഷയത്തെ മുൻനിർത്തുക. കർത്താവ്, എനിക്കും ചിലത് പ്രാപിക്കണം അല്ലെ. അനേകർക്ക് വേണ്ടി എനിക്കും പ്രാർത്ഥിക്കാൻ എഴുന്നേൽക്കണം, എനിക്കും ഈ വചനമായിട്ട് എഴുന്നേൽക്കണം കർത്താവ്, എനിക്കും ആ കൃപാവരം ഒന്ന് പ്രാപിക്കണം കർത്താവ്, എനിക്ക് അതിനുവേണ്ടി ഒന്ന് എഴുന്നേൽക്കണം അപ്പ. ഇന്ന് ഇല്ലല്ലേ ഓരോരുത്തരും കടന്നു വന്ന് ദൈവവചനം പറയുന്നു, ജെസ്സിശ്രീ മീറ്റിങ്ങിനെ ലീഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അനേകർ പ്രാർത്ഥിക്കുന്നു, പാടുന്നു, എനിക്കും ഒന്ന് പ്രാർത്ഥിക്കണം അപ്പ. പൊതുവിൽ പ്രാർത്ഥിക്കാൻ വരെ അല്ലേ ആ ഒരു തടസ്സമായി നിൽക്കുന്ന പലരും ഇതിനകത്തുണ്ട്. പൊതുവിലൊന്ന് കടന്നു വന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത പലരുണ്ട്. പക്ഷേ ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവെ, എനിക്കൊന്ന് പൊതുവിൽ വന്നൊന്ന് പ്രാർത്ഥിക്കാൻ ഒരു കൃപ നൽകണം, എനിക്കൊന്ന് വർഷിപ്പ് ചെയ്യാനുള്ളൊരു കൃപ നൽകണം കർത്താവ്, എനിക്കൊന്ന് പ്രാപിക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ കർത്താവ് നിറയ്ക്കും, അത്ഭുതകരമായിട്ട് നിറയ്ക്കും. ജീവിതത്തിന്റെ അനുഭവങ്ങൾ കൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടുന്ന് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു സമയത്ത് ഭൗതിക നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഉപവസിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ കർത്താവ് എന്നോട് സംസാരിച്ചതിന് ശേഷം എന്നെ കർത്താവ് ഞാൻ ആരാണെന്നുള്ളൊരു തിരിച്ചറിവ്, എൻ്റെ കോളിങ് എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ ദിവസം മുതൽ എൻ്റെ ഭൗതിക നന്മ ഞാൻ മാറ്റി. ഞാൻ ഇന്നു വരെ അതിനുശേഷം ഭൗതിക നന്മയ്ക്ക് വേണ്ടി ഞാൻ ഉപവസിച്ചിട്ടില്ല. എനിക്കിന്നും പ്രാഗൽഭ്യത്തോടെ പറയാൻ കഴിഞ്ഞൊരു 21 കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റതേ ഉള്ളൂ. പക്ഷേ
എനിക്ക് എന്തിനാന്ന് ചോദിച്ചാ അത് കർത്താവ് എന്നോട് പറഞ്ഞു ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ഇരുന്നു. ആ ഇരിക്കുന്ന ഘട്ടങ്ങളെ അനേകരെ എന്നിലേക്ക് അടുപ്പിക്കുക. കർത്താവ് പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്നാള് ഭാരത്തിലിരിക്കുന്നു, അവർക്ക് വേണ്ടി വിളിച്ച് പ്രാർത്ഥിക്കുക. ഞാനന്നേരം ഓർക്കും, കർത്താവ് എന്നെ എന്തിനാ ഇരുത്തിയിരിക്കുന്നത്? പക്ഷെ 21 ദിവസവും കഴിഞ്ഞപ്പോഴാ ഓർത്തത്, ചില പ്രതിസന്ധികളെ നേരിടാനും അതോടൊപ്പം തന്നെ, അതുകൊണ്ടാ ഉപവസിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ടാ ചിലത് വന്നപ്പോൾ പിടിച്ചു നിന്നത്. അതോടൊപ്പം തന്നെ ചില കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച് രാത്രിയാമങ്ങളുടെ കണ്ണുനീരോടുകൂടി ഉറക്കം പോലും ഇല്ലാതിരുന്ന ചിലതിനെ അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാ കർത്താവ് ഇരുത്തിയെന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ഇന്ന് മുതൽ ദൈവമക്കളെ, ഇനിയുള്ള ഫാസ്റ്റിംഗ് ഡേയ്സ് ഇതിനകത്ത് അതിനുവേണ്ടി കൊതിക്കുന്നവരുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എല്ലാവരോടുമായിട്ടും പറയുക, എല്ലാവരും കൊതിക്കണം, അപ്പന്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കണമെന്ന്. കർത്താവ് നിറയ്ക്കും. അത്ഭുത സാക്ഷ്യങ്ങൾ ഈ മീറ്റിങ്ങിനകത്ത് കർത്താവ് വെളിപ്പെടുത്തും. സ്തോത്രം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമായിട്ട്. നമ്മൾ എന്നെ ഏൽപ്പിച്ച വചനം അത് ദൈവമക്കളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 7-ാം അധ്യായം അതിന്റെ 54-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 7:54 ഞാൻ തന്നെ വായിക്കാം. ഇതു കേട്ടപ്പോൾ അവർ കോപപരവശരായി അവന്റെ നേരെ പല്ല് കടിച്ചു. ആമേൻ, സ്തോത്രം. ആ ഒരു ഭാഗത്ത് ഞാൻ തൽക്കാലം നിർത്തുകയാണ്. അത് നമുക്ക് എല്ലാവർക്കും ഈ ഭാഗം അറിയാം അല്ലെ. സ്തേവാനോസ് ആദ്യത്തെ രക്തസാക്ഷിയാണ്. സ്തേവാനോസിനെ അല്ലെ കർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ യേശുവിന്റെ നാമവും ഏന്തി സ്തേവാനോസ് ഇറങ്ങിക്കഴിയുമ്പോൾ അതിനകത്ത് വന്ന പ്രതിസന്ധികളുടെ നടുവില് അല്ലെ അവനെ നോക്കി പല്ല് കടിക്കുന്ന ഒരു അനുഭവം അവിടെ വായിക്കുന്നു. ഇത് കേട്ടപ്പോൾ, കേട്ടപ്പോഴാ? യേശുവിന്റെ നാമം കേട്ടപ്പോൾ ചിലത് പല്ല് കടിക്കാൻ തുടങ്ങി. കർത്താവ് ഈ ദിവസങ്ങളിൽ എന്നെ കർത്താവ് വെളിപ്പെടുത്തി തരുന്നൊരു പ്രത്യേക മൊമെന്റാണ്. ഇന്നലെയും കർത്താവ് വചനത്തിൽ കൂടെ സംസാരിച്ചപ്പോഴും കഴിഞ്ഞ ദിവസങ്ങൾ എന്നോട് കർത്താവ് പറഞ്ഞ, എന്റെ നാമം എടുക്കാൻ, എന്റെ നാമം നീ ഉച്ചരിക്ക്, എന്റെ നാമം നീ പ്രസംഗിക്ക്, എന്റെ നാമം നീ ഉരുവിടാൻ അനേകരോട് പറ. അതിനകത്തൊരു പവർ ഉണ്ടെന്ന്. യേശു എന്ന നാമം അത് നാവിലെടുക്കണം ഈ ദിവസങ്ങൾ. ഞാൻ എല്ലാവരോടും ഈ ദിവസങ്ങളിൽ പറയുക, എന്നോട് അടുത്തു വരുന്നവരോടെല്ലാം, അല്ലെ ഞാൻ എവിടെയൊക്കെ ചെന്ന് മെസ്സേജ് എടുക്കുന്നു അവിടെ എല്ലാം ഞാൻ പറയാൻ കർത്താവിനെ നിയോഗിച്ചിരിക്കുന്നത് യേശു എന്ന നാമം. ആ നാമം എടുക്കണം അല്ലെ. കഴിഞ്ഞ നാളുകളൊക്കെ പഴയ നിയമം പുതിയ നിയമം എല്ലാം നമുക്ക് വേണം. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ യേശു എന്ന നാമം നമ്മുടെ നാവിനകത്ത് ഉച്ചരിക്കണം. പക്ഷെ ഈ യേശു എന്ന നാമം നാവിൽ ഉച്ചരിക്കാതിരിക്കാൻ ശത്രു പലതും നോക്കും അല്ലെ. നമ്മൾ പറയാം, അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, ശമൂവേലിന്റെ ദൈവം എല്ലാം ഉണ്ട്. ശരി, അതിനകത്തെല്ലാം ദൈവപ്രവൃത്തി നടന്നു. ആ ദൈവം തന്നെ ഇന്ന് നമുക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ ആ ശമൂവേലിന്റെ ദൈവമൊന്നും അബ്രഹാമിന്റെ ദൈവമൊന്നും പറയുന്നതിനേക്കാൾ നമ്മൾ നാവുകൊണ്ട് ഉരുടേണ്ട ഒരു കാര്യമുണ്ട്, യേശു എന്ന നാമം. യെസ്, നമ്മുടെ കർത്താവ് യേശുപ്പനാ നമുക്ക് വേണ്ടി ജീവിച്ചു മരിച്ചതെങ്കിൽ നമ്മൾ ഇന്നു മുതൽ നാവിലെടുക്കേണ്ട ഏറ്റവും കൂടുതൽ പറയേണ്ട ഒരു നാമം യേശു എന്ന നാമം. ആ പറഞ്ഞത് കൊണ്ടാണ് അല്ലെ യേശുവിനെ കുറിച്ച് സുവിശേഷം പറയാൻ തീരുമാനിച്ചപ്പോഴാണ് സ്തേഫാനോസിന് നേരെ പല്ലുകടി ഉണ്ടായത്. ഈ നാളുകളിൽ സുവിശേഷം എപ്പോഴാ നമുക്ക് നേരെ പല്ലുകടി മുറുമുറുപ്പൊക്കെ ഉണ്ടാവുന്നത്? നമ്മുടെ നേരെ ചില വിരൽ ചൂണ്ടത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ സുവിശേഷം പറയുന്നത് കൊണ്ടാ, യേശുവിനെ കുറിച്ച് പറയുന്നത് കൊണ്ടാ, യേശു എന്ന നാമം നമ്മുടെ നാവിൽ ഉച്ചരിക്കുന്നത് കൊണ്ടാണ്. അതെടുക്കാൻ എപ്പോ തുടങ്ങുന്നോ നമ്മുടെ നേരെ പല്ലുകടി തുടങ്ങും അല്ലെ. പക്ഷേ അതിന് തൊട്ടു പുറകിൽ വായിക്കുന്നൊരു ഭാഗ്യം അല്ലെ, അത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവന്റെ നേരെ പല്ല് കടിച്ചു. സ്തേഫാനോസിനെ നോക്കി ചിലർ പല്ല് കടിച്ചു. പക്ഷെ അവന്റെ അനുഭവം പറയുന്നത്, നമ്മുടെ നേരെ നോക്കി പല്ല് കടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സ്തേഫാനോസിന്റെ ഒരു അനുഭവമാണ് വ്യക്തമാക്കുന്നത്. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. അവൻ ആരെയാ നോക്കിയത്? പല്ല് കടിക്കുന്നവരെയാണോ? അല്ല, അവന്റെ നോട്ടം ഉയരത്തിലായിരുന്നു അല്ലേ. നമ്മുടെ നോട്ടം നമ്മളെ ദ്രോഹിക്കുന്നവരോട് വേണ്ട. അവര് പല്ല് കടിച്ചോട്ടെ, നമ്മളോട് എന്തോ പറഞ്ഞോട്ടെ, പക്ഷെ അവരെ നോക്കാനല്ല കർത്താവ് നമ്മളെ വിളിച്ചത്. ഹല്ലേലൂയ. ദൈവകൃപ പ്രാപിച്ച, അഭിഷേകം പ്രാപിച്ചൊരു ദൈവ പൈതലെ, ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവിനോട് നമ്മളോട് പറയാനുള്ളത്, അല്ലെങ്കിൽ നിന്റെ നോട്ടം എവിടേക്ക് വേണോ? ഉയരത്തിലേക്ക് നോക്കണം അല്ലേ. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, ഞാൻ എൻ്റെ കണ്ണു പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം എവിടെ നിന്നാ? ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. ആമേൻ, സ്തോത്രം. നമ്മുടെ സഹായം മനുഷ്യന്റെ പക്കൽ നിന്നല്ല ദൈവമക്കളെ. നമ്മുടെ സഹായം നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ കയ്യിൽ നല്ല വരുന്നത്. നമ്മുടെ സഹായം ഉയരത്തിൽ നിന്നാ വരുന്നത്. അല്ലെങ്കിൽ യേശുപ്പനിൽ നിന്നാ വരുന്നത്. ആരൊക്കെ നേരെ പല്ല് കടിച്ചു നിന്നിരിക്കാം, ആരൊക്കെ നിന്റെ നേരെ അല്ലെങ്കിൽ സംസാരിച്ചെന്നിരിക്കാം, അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞു നിന്നിരിക്കാം, അവരുടെ മുഖത്തോട്ട് നോക്കാതെ ഇന്ന് പകൽക്കാലം ഉയരത്തിലേക്ക് നോക്ക്. എങ്ങനാ സ്തേഫാനോസ് നോക്കിയത്? അല്ലെങ്കിൽ ആ
നോട്ടത്തിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. യെസ്, ആമേൻ. യേശുവിന്റെ നാമത്തില് റീകത്തരാജകന റംദൽ പ്രൗഢരാധന നമ്മുടെ ഉള്ളിൽ പ്രാപിച്ചിരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുണ്ട്. എവിടെങ്കിലും നീ നോക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി നീ നോക്ക്. അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടും, കാണുവാൻ കഴിയും. എന്താ കാണുന്നത്? അവിടെ ഉറ്റുനോക്കിയപ്പോ കണ്ടത് എന്താ? ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നത് കണ്ടു. യെസ്, ആമേൻ. ഇത്രയും നല്ലൊരു മൊമെന്റ് ജീവിതത്തിൽ കാണാൻ കഴിയോ ദൈവമക്കളെ? സ്തേഫാനോസിന്റെ ജീവിതത്തിൽ ചുരുങ്ങിയ ചില സമയങ്ങൾ മാത്രമേ സുവിശേഷം അറിയിച്ചുള്ളൂ. പക്ഷേ അതിനകത്ത് അവൻ കണ്ട ഏറ്റവും മഹത്തരമായൊരു ദർശനമാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്ന യേശുപ്പൻ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഇരിക്കുവല്ല കർത്താവ്, തന്റെ ഹല്ലേലൂയ പുത്രൻ വേദന അനുഭവിക്കാൻ പോകുമ്പോൾ ഹല്ലേലൂയ കൃപ 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 ദൈവ പൈതലേ, നീ കർത്താവിന് വേണ്ടി എന്തെങ്കിലും സഹിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും നിന്ദ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നീ ഉറ്റുനോക്കുന്നത് എവിടേക്കാ? ഉയരത്തിലേക്കാണെങ്കിൽ ഹല്ലേലൂയ നിനക്കു വേണ്ടി സർവദാ ജാഗരിച്ചുകൊണ്ട് ഹല്ലേലൂയ നിന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ ഒരു യേശുപ്പൻ അവിടെ ഇരിക്കുകയല്ല കേട്ടോ. നമ്മൾ കഷ്ടത അനുഭവിക്കുമ്പോൾ അവിടെ സമാധാനത്തോടെ ഇരിക്കുകയല്ല, നമ്മളോടൊപ്പം കരയുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. നമ്മൾ കഷ്ടത അനുഭവിക്കുന്ന സമയത്ത് എഴുന്നേറ്റ് നിന്ന് നോക്കിക്കൊണ്ടിരിക്കുക, എഴുന്നേറ്റ് നിൽക്കുക. കാരണം എന്താ? എന്റെ പുത്രൻ അനുഭവിക്കാൻ പോകുന്ന കഷ്ടതയുടെ നടുവിൽ അവൻ കാണേണ്ടത് എന്നെയാ. ഹല്ലേലൂയ. പല്ല് കടിക്കുന്നവരെയല്ല, ഇന്ന് ഇതിനകത്തിരിക്കുന്ന അല്ലെങ്കിൽ ദൈവ പൈതലെ, നിന്നോട് കർത്താവിന് സംസാരിക്കുവാനുള്ളത്. നീ കടന്നു പോകുന്ന സാഹചര്യത്തിനകത്ത് നിന്റെ നേരെ നോക്കി പല്ല് കടിക്കുന്നവർ കാണാ, നിന്റെ നേരെ അല്ലെങ്കിൽ മറ്റു പലരുടെ മുമ്പിൽ നീ നിന്നയായിരിക്കാം. പക്ഷെ കർത്താവ് പറയുന്നേ, അവരെ നോക്കണ്ട മക്കളെ, എന്നെ നോക്കി. ഹല്ലേലൂയ. സർവശക്തനായ യേശുവിനെ ഒന്ന് നോക്ക്. ഹല്ലേലൂയ. നോട്ടത്തിനകത്ത് ഇറങ്ങി വരുന്ന അപ്പന്റെ സാന്നിധ്യം, ദൈവമഹത്വം കാണും. അല്ലെങ്കിൽ യേശുവിനെ നോക്കാമെങ്കിൽ മഹത്വം വെളിപ്പെടും. ഹല്ലേലൂയ. അത്ഭുത കാഴ്ചകൾ കാണും, ദൈവിക ദർശനങ്ങൾ വെളിപ്പെടും. ഹല്ലേലൂയ. നീ കാണുന്ന ലോകത്തിലേക്ക് നോക്കിയാൽ നിനക്കൊന്നും കാണാൻ കഴിയത്തില്ല കേട്ടോ. ഹല്ലേലൂയ. നിന്ദകളും അപമാനവും അല്ലെങ്കിൽ നിരാശ, നെഗറ്റീവ് മാത്രമേ കാണാൻ പറ്റൂ. ലോകത്തിലേക്ക് കണ്ടുപോയാൽ നെഗറ്റീവേ കാണാൻ പറ്റൂ. അല്ലെങ്കിൽ ആരും നിന്നെ പോസിറ്റീവ് പറഞ്ഞ് ഉയർത്തിക്കൊണ്ട് വരത്തില്ല. അല്ലെങ്കിൽ പലയിടത്തോട്ടും നോട്ടം പോയാൽ ഉണ്ടല്ലോ, നമ്മുടെ നെഗറ്റീവേ നമുക്ക് കാണാൻ പറ്റൂ. പക്ഷേ ഹല്ലേലൂയ, അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും നോട്ടം പോകാതെ നിന്റെ നോട്ടം ഉയരത്തിലേക്ക് പോക്കാമെങ്കിൽ നീ കാണാൻ പോകുന്നത് മഹത്വമാ. അത് വെറും മഹത്വമല്ല, യേശുപ്പൻ നിൽക്കുന്ന അല്ലെങ്കിൽ ആ ദൈവിക ദർശനം കാണാൻ കഴിയോ, ദൈവ മഹത്വം കാണാൻ കഴിയോ. ദൈവ പൈതലെ, ഇതിനകത്തിരിക്കുമ്പോൾ, ഈ വചനം സംസാരിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുണ്ട്, നിങ്ങൾ അനുഭവിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുണ്ട്. ഇന്ന് രാത്രികാലം കർത്താവ് പറയുക, നീ ഉയരത്തിലേക്ക് നിന്റെ കണ്ണുയർത്ത്, നീ മഹത്വം കാണും, മഹത്വം കാണും, മഹത്വം കാണും. ഊറാകാബാല പ്രൗഢരാധന അടകനരാധലവല്ലവശംധരേ വിഗദ്ധരാജകന റീതലവലവ ജീവരബലവശംധരാരകരഥരാജകന റീതൽ പ്രൗഢരാധന. നീ അനുഭവിക്കുന്ന കഷ്ടതയിലേക്ക് നോക്കണ്ട, നീ കടന്നു പോകുന്ന സാഹചര്യത്തിലേക്ക് നോക്കണ്ട. ഞെരുക്കുന്ന പല അനുഭവങ്ങളും ചുറ്റുമുണ്ട്. ഹല്ലേലൂയ. നിന്റെ സ്ഥലമുറകളുടെ വിഷയം, ജോലി മേഖലയുടെ വിഷയം, പലതും നിന്റെ പക്കലുണ്ട്. പക്ഷേ അതിനെ നോക്കണ്ട കേട്ടോ. അതിനെ നോക്കിയാൽ ചിലപ്പോൾ നിരാശയെ വരത്തുള്ളൂ. അതിനെ നോക്കാതെ ഉയരത്തിലേക്ക് നോക്ക്. അല്ലെങ്കിൽ ആ ദൈവ മഹത്വം വെളിപ്പെടുമ്പോൾ അല്ലെങ്കിൽ പ്രാപിക്കുന്ന ഒരു ആശ്വാസമുണ്ട്. ചുറ്റും കല്ലെറിയുന്നവരെയൊന്നും കാണത്തില്ല. സ്തേഫാനോസ് അവരെ ഒന്നും കണ്ടില്ല, അല്ലെങ്കിൽ അവരെ ഒന്നും കണ്ടില്ല. സ്തേഫാനോസ് കണ്ടത് എന്താ? യേശുപ്പന്റെ തിരുമഹത്വം അവിടെ വെളിപ്പെട്ടത്. അമേ റീകൽധരാജകന റംദൽ പ്രൗഢരാധന ശരബലബലവശംദൽ പ്രൗഢര. ഉപവാസത്തിന്റെ 15 രാത്രികാലം കർത്താവ് പറയുക, എന്നിലേക്ക് നോക്കുന്നവനെ ഞാൻ മഹത്വം കാണിക്കും. റീകൽധരാജകന, ആ മഹത്വം വെളിപ്പെടും. അല്ലെങ്കിൽ സർവ്വ ജഡവും അത് കാണുമെന്ന് പറഞ്ഞ അല്ലെ, സർവ്വ മഹത്വം വെളിപ്പെടുന്ന സർവ്വജനം എന്റെ മഹത്വം വെളിപ്പെടുമെന്ന് അപ്പൻ പറയുക. അല്ലേ ലൂയ. നമ്മൾക്ക് എന്താ വേണ്ടത് അതിനപ്പുറം? അല്ലെ, ആ മഹത്വം വെളിപ്പെട്ടാൽ അല്ലേ ലൂയ, സർവ്വ നിരാശകളും മാറിപ്പോകും. അല്ലേ ലൂയ. നമ്മുടെ കാഴ്ച കൊണ്ട് കാണുന്നത് സർവ്വതും മങ്ങും. അല്ലേ ലൂയ. പൗലോസ്
കണ്ണിനകത്ത് ചെതുമ്പൽ പോലെ മങ്ങി വീണതൊന്നുണ്ട്. അല്ലെങ്കിൽ കാഴ്ചകളെ മങ്ങി വെച്ചിരുന്ന ചില ചെതുമ്പൽ പോലുള്ള അനുഭവങ്ങൾ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ അതൊക്കെ ഉരുകി വീഴും. ജീവാരാഘ പ്രൗഢരാധരാജകന റംദൽ പ്രൗഢരാധന ജീവലബലബ ശന്തൽ പ്രൗഢരാധന. കർത്താവ് ചോദിക്കുക, ചില നിന്നയുടെ വാക്കുകൾ, ഹല്ലേലൂയ, ചിലത് നിന്നയുടെ വാക്കുകൾ, മുഖത്ത് നോക്കി ചോദിക്കുന്ന ചില വാക്കുകൾ ഇതിനകത്തിരിക്കുന്നവർ കേട്ടിട്ടില്ലേ? ഇപ്പോ കേൾക്കുന്നില്ലേ? ഹല്ലേലൂയ. പലരും ചോദിക്കുന്നില്ലേ? ഹല്ലേലൂയ. അല്ലെങ്കിൽ നീ ഈ ദൈവത്തെ മുറുകെ പിടിച്ചിട്ട്, യേശുവെന്ന നാമം നീ മുറുകെ പിടിച്ചിട്ട് നീ എന്താ നേടിയത്? ഹല്ലേലൂയ. എന്നെ കാണ്. അല്ലെങ്കിൽ ഞാൻ സേവിക്കുന്ന ദൈവത്തെ നോക്ക്, ഞാൻ വിളിക്കുന്നു, എനിക്ക് എന്തിനാ കുറവുള്ളത്? അല്ലെങ്കിൽ നിന്നേക്കാൾ അനുഗ്രഹം ഞാൻ പ്രാപിക്കുന്നില്ലെന്ന് അവർ ചോദിക്കുമ്പോൾ അവരോട് നമ്മൾക്ക് ചോദിക്കാൻ കഴിയണം, അല്ലെങ്കിൽ നീ പലതും ഈ ലോകത്തിലുള്ളത് പ്രാപിക്കുന്നായിരിക്കാം, പക്ഷെ ഞാൻ പ്രാപിക്കുന്നത് സ്വർഗത്തിലെ മഹത്വമാ. അല്ലെങ്കിൽ എന്റെ യേശുവപ്പന്റെ അല്ലെങ്കിൽ തിരുമഹത്വമാ ഞാൻ അല്ലെങ്കിൽ പ്രാപിക്കുന്നത്. ആ രൂപമാ എന്റെ മുമ്പിൽ അല്ലെങ്കിൽ നിൽക്കുന്നതെന്ന് പറയുവാൻ ഇന്ന് രാത്രികാലം കഴിയണം ദൈവമക്കളെ. അല്ലെങ്കിൽ നമ്മൾ പ്രാപിച്ച നന്മയോ അനുഗ്രഹമോ ഒന്നും അവരാരും പ്രാപിച്ചിട്ടില്ലെന്നേ. അല്ലെങ്കിൽ ഇന്ന് വിശ്വസിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ കഷ്ടതയുണ്ട്, അല്ലെങ്കിൽ പ്രതിസന്ധിയുണ്ട്. അല്ലെങ്കിൽ വചനത്തിൽ പറഞ്ഞ ഏത് ദൈവഭക്തനാ പ്രതിസന്ധി കൂടെ കടന്നു പോകാതിരുന്നത്? ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഉൽപ്പത്തി മുതൽ എടുത്തു നോക്കിയാൽ വെളിപ്പാട് വരെയുള്ള യോഹന്നാൻ വരെ ഏറ്റവും അധികം പ്രതിസന്ധി കൂടെ പോയവനാ. അല്ലെ, യോഹന്നാൻ ഏറ്റവും അധികം പ്രതിസന്ധി കൂടെ പോയവനാ. ആരും സഹായിപ്പാനില്ലാതെ നിന്ദിക്കപ്പെട്ടും അപമാനിക്കപ്പെട്ടും ഒറ്റപ്പെടലിന്റെ കർത്താവ് പറയുക, ഇതിനകത്ത് ആരൊക്കെ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട്. ഒറ്റപ്പെടലിലൂടെ കടന്നു പോകുന്ന നിന്നോട് കർത്താവ് പറയുക, യോഹന്നാൻ ഒറ്റപ്പെട്ടവനല്ലേ? അല്ലേ ലൂയ. നിന്ദിക്കപ്പെട്ടവനല്ലേ? അല്ലെങ്കിൽ തള്ളി മാറ്റപ്പെട്ടവനല്ലേ? കർത്താവ് ചോദിക്കുക, യോഹന്നാൻ എന്താ കണ്ടത്? വെളിപ്പാടാ, സ്വർഗമാ കണ്ടത്. സ്വർഗം തുറന്നിരിക്കുന്നത്, കർത്താവിന്റെ അല്ലെങ്കിൽ തിരുരൂപവും അല്ലെങ്കിൽ ആ മഹത്വവുമാ യോഹന്നാൻ കണ്ടത്. ഇന്ന് രാത്രികാലം കർത്താവ് പറയുക, ഏറ്റവും അധികം നിന്നെ അനുഭവിക്കുന്ന നീയാണോ? ഏറ്റവും അധികം ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന നീയാണോ? കർത്താവ് പറയുക, നീ കാണും, എന്നെ നീ കാണും, മഹത്വം കാണും. യേശുവപ്പാടെ മഹത്വം നിങ്ങൾ കാണും, ഞാൻ കാണും. ആമേൻ, സ്തോത്രം. ഞാൻ ഏറ്റെടുക്കുന്നു അത്. ഈ വചനം അപ്പൻ എന്നോട് സംസാരിക്കുക, നിങ്ങളോട് ഓരോരുത്തരോട് സംസാരിക്കുക. കാരണം ഇതൊന്നും ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചതല്ല, പരിശുദ്ധാത്മാവിന്റെ നാവിൽ കൂടെ തന്നുകൊണ്ടിരിക്കുന്നതാ. അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ ഞാനത് ഏറ്റെടുക്കുക. ഞാൻ എൻ്റെ അപ്പന്റെ മഹത്വം കാണും. ആമേൻ, സ്തോത്രം. എന്റെ നേരെയും പറയുന്നവര് പലരും ഉണ്ട്. എന്തുകൊണ്ടാ നിനക്കിത് വന്നത്? ഹല്ലേലൂയ. നീ എഴുന്നേറ്റ് നിൽക്കുന്നു, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പൊക്കിക്കൊണ്ടുവരുന്നു, പ്രസംഗം വചനം എടുക്കുന്നു, അനേകത്ത് പോയിരുന്ന് വചനം പറയുന്നു. പക്ഷേ നിന്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാ ഇത് സംഭവിച്ചത്? ഞാൻ അവരോടൊക്കെ പറഞ്ഞു, ഇതൊരു സാക്ഷ്യമായി ഞാൻ വരുന്നൊരു ദിവസമുണ്ട്. എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി തിരുമഹത്വം വെളിപ്പെടുന്നൊരു ദിവസമുണ്ട്. ഇതിനകത്തുകൂടെ ഞാൻ അല്ലെങ്കിൽ കരയല്ല, ഞാൻ നേരിടുന്ന അവസ്ഥയ്ക്കകത്ത് ഞാൻ കരയുന്നില്ല ദൈവമക്കളെ. എൻ്റെ കണ്ണോട് കർത്താവ് പറഞ്ഞു, നീ കരയേണ്ട കാര്യമില്ല. നിന്റെ കണ്ണുനീർ മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുക. യോബിന്റെ കഷ്ടതയിലാ തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറായത്. അല്ലെങ്കിൽ നമ്മളോട് കർത്താവ് പറയുക, അല്ലെങ്കിൽ സുഖമുള്ളപ്പോൾ അല്ല യോബ് പ്രാർത്ഥിച്ചത്, അവന്റെ സകലത് നഷ്ടപ്പെട്ട് സകലത് ഈ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഈ സ്നേഹിതന്മാർ വരെ കുറ്റം പറഞ്ഞതല്ലേ? സ്വന്തം ഭാര്യ തള്ളിക്കളഞ്ഞു, അല്ലേ ലൂയ. പ്രാർത്ഥിച്ചെന്ന് പറയുന്ന സ്നേഹിതര് പോലും തള്ളി പറഞ്ഞല്ലേ, കുറ്റം പറഞ്ഞതല്ലേ? പക്ഷെ എന്നിട്ട് യോബ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നോ? ദൈവമക്കളെ, നമ്മളെ കുറ്റം പറയുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുക, നമ്മളെ വിധിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും അപ്പൻ. ആമേൻ, സ്തോത്രം. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് അതിനകത്തൂടെ എന്താ സ്തേഫാനോസ് കാണുന്നത് ഒരു മഹത്വം അല്ലേ? ഈ മഹത്വം വെളിപ്പെടുന്നതിന് മുൻപ് തന്നെ ആറാം വാക്യത്തിനകത്ത് അതിനകത്ത് ആ 3 മുതലുള്ള ഭാഗങ്ങളിനകത്ത് പത്രോസും യോഹന്നാനും ഒക്കെ കർത്താവിന്റെ വേല ചെയ്ത് പോകുകയല്ലേ. അവിടെയും എന്താ, അവിടെയും ആ 5-ാം ഭാഗത്തിലൊക്കെ പറഞ്ഞു, ഈ നാമത്തിൽ ഉപദേശിക്കരുത് അല്ലേ? ഏത് നാമത്തിലാ? യേശുവിന്റെ നാമത്തിൽ ഇനി നീ പ്രസംഗിക്കരുത്. പക്ഷെ അവിടെ കൊണ്ട് നിർത്തിയോ? യോഹന്നാനും പത്രോസും ഒക്കെ എന്താ ഈ നാമത്തെ പ്രസംഗിക്കരുതെന്ന് അവർ ജയിലിലും പിടിച്ചിട്ട് എല്ലായിടവും കാരാഗ്രഹത്തിലൊക്കെ കൊണ്ടിട്ടിട്ട് എന്താ അവർ സർവ്വശക്തിയോടെ എടുക്കാൻ തുടങ്ങി അല്ലേ. ഇന്നലെ വരെ എന്താ അവിടെ കുറച്ചിടത്തെ പറഞ്ഞുള്ളെങ്കിൽ അവരെന്താ വീട് കയറി ഇറങ്ങി പറയാൻ തുടങ്ങിയല്ലേ. അതിനകത്ത് ആ 5-ാം അധ്യായത്തിന് 42-ാം വാക്യത്തിൽ പറയുന്നു, പിന്നെ അവർ ദിനംപ്രതി ദേവാലയത്തിലും വീടുതോറും വിടാതെ ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തു എന്ന് സുവിശേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്താ അതിന് തൊട്ട് മുമ്പ് വീണ്ടും പറയുന്നുണ്ട്, ഈ നാമത്തിൽ ഇനി നീ എന്താ പറയരുത്, ഈ നാമം ഉപദേശിക്കരുതെന്ന് പറയുന്നുണ്ട്. അവിടെ കൊണ്ട് പത്രോസ് നിർത്തിയോ? യോഹന്നാൻ നിർത്തിയോ? ഒരു ശിഷ്യന്മാരും നിർത്തിയില്ല. അവിടെ കൊണ്ടെന്നാ അവർ വീണ്ടും അതിന്റെ ഇരട്ടി ബലത്തോടെ അവരങ്ങ് തുടങ്ങിയ. ഹല്ലേലൂയ. അതിനകത്ത് അതിന്റെ 5-ാം വാക്യത്തിന്റെ 33-ാം വാക്യം മുതൽ ഇങ്ങോട്ട് കാണുമ്പോൾ നമുക്കറിയാം, ഗമാലിയേലിനെ എല്ലാവർക്കും അറിയാം. ഗമാലിയേലിന്റെ പാദപീഠത്തിൽ ഇരുന്ന അല്ലെ പൗലോസ്
പഠിച്ചതും അല്ലെ ധർമ്മോപദേഷ്ടാവാണ്. വലിയൊരു പ്രാഗൽഭ്യമുള്ളതിനും പണ്ഡിതനുമായ ഒരാളാണ് ഗമാലിയേൽ. ഗമാലിയേൽ പറയുക, അവൻ പരീക്ഷനായിരുന്നു. അവനിങ്ങോട്ട് എഴുന്നേറ്റ് പറയുക, നിങ്ങൾ ഇതൊക്കെ പറയുന്നത് ശരിയല്ലേ? നീ ഒരു നാമം എടുത്തോണ്ട് വരുന്നുണ്ടല്ലോ, ഇതുപോലെ കുറെ പേര് വേറെ നാമം എടുത്ത് വന്നവരാ. അതിനകത്ത് 36-ാം വാക്യത്തിൽ പറയുന്നു, ഈ നാളുകൾക്ക് മുന്നമേ, നിങ്ങൾ ആ വാക്യത്തിലൊന്ന് ശ്രദ്ധിക്കണേ, ആ വാക്യത്തിലൂടെ ശ്രദ്ധിക്കണം. 5-ാം വാക്യം 36-ാം വാക്യം ഒന്ന് നോട്ട് ചെയ്യണേ. അപ്പോസ്തല പ്രവൃത്തി, ഈ നാളുകൾക്ക് മുൻപേ ത്യൂദാസ് എന്നവൻ എഴുന്നേറ്റ് താൻ മഹാനെന്ന് നടിച്ചു. ഓക്കെ, ഏകദേശം 400 പുരുഷന്മാർ അവനോട് ചേർന്നു കൂടി. എങ്കിലും അവൻ നശിക്കുകയും അവനെ അനുസരിച്ച് എല്ലാവരും ചിന്നി ഒന്നുമില്ലാതാകുകയും ചെയ്തു. അതൊരു എക്സാമ്പിൾ പറയാ. കുറെ പേര് മുമ്പ് വന്നിട്ടുണ്ടെന്ന് പറയുക, ഗമാലിയേൽ പറയുക. അതിനകത്ത് പറയുന്ന എക്സാമ്പിൾ ത്യൂദാസ് എന്ന് പറയുന്നവൻ എഴുന്നേറ്റ് താൻ മഹാനെന്ന് പറഞ്ഞല്ലേ. അവൻ പറയുന്ന ത്യൂദാസ് വന്നിട്ട് പറഞ്ഞെന്താ? താൻ മഹാനാന്നാ. നമ്മുടെ കർത്താവ് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ മഹാനാന്ന്? അല്ലേ? പത്രോസും യോഹന്നാനും എടുത്ത യേശു എന്ന നാമം ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ മഹാനാന്ന് പറഞ്ഞിട്ടില്ല. അല്ലെ? മനുഷ്യനോടൊപ്പം ഇറങ്ങി നിന്ന്, ഹല്ലേലൂയ, ഞാൻ നിങ്ങളെ വിടുവിക്കുന്നവനാ, ഹല്ലേലൂയ, ഞാൻ നിങ്ങളോടൊപ്പം ഒന്ന് ഇറങ്ങി വരുന്നവനാ, നിങ്ങളോടൊപ്പം. അല്ലെ? ഞാൻ മഹാനാന്നൊന്നും പറഞ്ഞു വന്നവരല്ല, അല്ലെങ്കിൽ ത്യൂദാസിനെ പോലെ വന്നവനല്ല യേശു കർത്താവ്. അതോടൊപ്പം 37-ാം വാക്യത്തിൽ പറഞ്ഞ അടുത്തൊരു എക്സാമ്പിൾ പറയുക. അവന്റെ ശേഷം അവിടം കൊണ്ട് അവസാനിച്ചു. അവൻ എല്ലാവരും ഒതുക്കിക്കളഞ്ഞു. അവനോടൊപ്പം കുറെ പേരുണ്ടായിരുന്നു. അവന്റെ കാര്യം അവിടം കൊണ്ട് തീർന്നു. 37 പറയാ, ഗലീലക്കാരനായ യൂദ, അല്ലെ, ചാർത്തലിന്റെ കാലത്ത് എഴുന്നേറ്റ് ജനത്തെ തന്റെ പക്ഷം ചേരുവാൻ വശീകരിച്ചു. അവനും നശിച്ചു. അല്ലെ? അവനെ അനുസരിച്ചവരൊക്കെ ചിതറിപ്പോയി. പക്ഷെ നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ തന്നെ ഗമാലിയേലേ, നീ ഇന്നലെ കേട്ട പോലുള്ള ത്യൂദാസിനെ അല്ല ഞാൻ പ്രസംഗിക്കുന്നത്. നീ ഇന്നലെ കേട്ടതുപോലുള്ള യൂദയെ കുറിച്ചല്ല ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത്. യൂദ പറഞ്ഞത് എന്താ? അല്ലെ? ജനത്തെ വശീകരിച്ചെന്ന്, അവന്റെ പക്ഷം ചേരാം. പക്ഷേ അല്ലെങ്കിൽ യേശു കർത്താവ് നമ്മുടെ അപ്പൻ ആരെയും വശീകരിക്കേണ്ടി വന്നില്ലല്ലേ. അവൻ ചെന്നിടത്തൊക്കെ സ്നേഹം അങ്ങ് പുറപ്പെടാൻ തുടങ്ങിയല്ലേ. അല്ലെങ്കിൽ വശീകരിക്കണമെങ്കിൽ എന്തെങ്കിലും കാര്യം വേണമല്ലോ. അല്ലെങ്കിൽ അപ്പൻ ഒന്നും പറയേണ്ടി വന്നില്ല. ആരെയും വാന്നൊന്നും വിളിക്കേണ്ടിയല്ലേ. അല്ലെങ്കിൽ എന്നോടൂടെ നിങ്ങളങ്ങ് വശീകരിച്ച് കൊണ്ടുപോകാനൊന്നും കർത്താവ് നിൽക്കേണ്ടി വന്നേ. ചെന്നിടത്തൊക്കെ, അല്ലെ, ചെന്നിടത്ത് നിന്നെടുത്ത് തന്നെ കർത്താവിന്റെ സ്നേഹം വ്യാപരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രസൻസ് വെളിപ്പെടുന്നിടത്ത്, ഹല്ലേലൂയ, യേശു എന്ന നാമം പുറപ്പെടുന്നിടത്ത്, അല്ലെങ്കിൽ ആരും വശീകരിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ പിടിച്ചു വലിച്ചുകൊണ്ട് വരേണ്ട കാര്യമില്ല. ആ സ്നേഹം വ്യാപരിക്കുമ്പോൾ അറിയാതെ അവനോട് ചേർന്ന് പോകോ. അല്ലെങ്കിൽ ഗമാലിയേലേ, നീ ഇന്നലെ പറഞ്ഞ പോലുള്ള ത്യൂദാസിനെ പോലല്ല, യൂദയെ പോലല്ല പത്രോസും യോഹന്നാനും പറയാൻ കഴിയോ? അല്ലെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന യേശു എന്ന് പറയുന്നത് നീ ഇന്നലെ പറഞ്ഞ പോലുള്ള മനുഷ്യനല്ല. എന്റെ കർത്താവ്, എന്റെ അപ്പൻ ദൈവമാ, സർവാധി ദൈവമാ, അല്ലെങ്കിൽ കർത്തൃത്വം നടത്തുന്നവനാ, അല്ലെങ്കിൽ എന്റെ ദൈവം ജീവനുള്ള ദൈവമാ. അന്ന് നീ പറഞ്ഞവരെയൊക്കെ നശിപ്പിച്ചു വിട്ടു, അല്ലെങ്കിൽ അവരൊക്കെ അവിടം കൊണ്ട് അവസാനിച്ചു, അല്ലെങ്കിൽ. പക്ഷെ ഇന്ന് പറയട്ടെ, ഞങ്ങൾ ചേർന്നിരിക്കുന്നത് സർവശക്തനായ ജീവനുള്ള യേശുവിന്റെ നാമത്തിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ആ നാമത്തെ പ്രസംഗിക്കരുതെന്നാ നീ പറയുന്നത്. പക്ഷെ ഇന്ന് ഞങ്ങൾ പറയുക, അല്ലെങ്കിൽ ഞങ്ങൾ വിളിക്കുന്ന ദൈവം വിശ്വസ്തനാ, അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ചിതറിച്ചാലും ചിതറിപ്പോകുന്നവനല്ല. ചിതറിച്ച് കളഞ്ഞാലോ എവിടെ ചെന്ന് വീഴുന്നു അവിടുന്ന് ജീവൻ പ്രാപിക്കുന്നവരാ. യെസ്, ആമേൻ. അല്ലെങ്കിൽ എവിടെ ചിതറിച്ചാലോ, എവിടെ നീ തള്ളിക്കൊണ്ടിട്ടാലോ, ഹല്ലേലൂയ, പത്മോസിന്റെ ദ്വീപിൽ കൊണ്ടിട്ടാലോ, ചിതറിച്ച് എല്ലാത്തിനും നശിപ്പിച്ച് 12-ാമത് യോഹന്നാനെ മാത്രം കൊണ്ടിട്ട്, ഹല്ലേലൂയ, അവിടെ കൊണ്ടിട്ടോ അവിടെ നിന്ന് ദർശനം കണ്ട് എഴുന്നേറ്റവനാ. ഇന്ന് പകൽക്കാലം പറയാൻ കഴിയണം, ഞാൻ വിളിക്കുന്ന യേശപ്പന്റെ നാമം ചിതറിപ്പിച്ച് കളഞ്ഞാലും ചിതറുന്നതല്ല. എവിടെ ഒരു ജീവശ്വാസം എന്നിൽ അവസാനം വരുണ്ടെങ്കിലോ, അല്ലെങ്കിൽ യേശു എന്ന നാമം എന്നിൽ അല്ലെങ്കിൽ ജീവിച്ചുകൊണ്ടിരിക്കോ. ഹല്ലേലൂയ. ഞാൻ പോയാൽ അടുത്ത ആളെ കർത്താവ് എഴുന്നേൽപ്പിക്കോ. യേശുവിന്റെ നാമത്തിൽ അല്ലെങ്കിൽ നമ്മൾ തീർന്ന നമ്മുടെ ജനറേഷനെ കർത്താവ് എഴുന്നേൽപ്പിക്കോ. അല്ലെങ്കിൽ ഇതിനകത്തിരിക്കുന്ന നമ്മൾക്ക് പലർക്കും പറയാൻ കഴിയോ, എന്റെ മാതാപിതാക്കൾ ഒരു നാളിൽ കണ്ണുനീരൊഴുക്കി ദൈവസന്ധി പ്രാർത്ഥിച്ചു. അവരുടെ കാലം കഴിഞ്ഞപ്പോ പലരും പറഞ്ഞു അവരുടെ ജനറേഷൻ കൊണ്ട് നിന്നുപോയി, ഇനി ആരാ എഴുന്നേൽക്കുന്നതെന്ന്. പക്ഷെ ഇന്ന് കർത്താവ് പറയുക, ദൈവമൈതലേ, അല്ലെങ്കിൽ നിന്റെ മാതാവോ പിതാവോ കണ്ണുനീരൊഴുക്കിയെങ്കിൽ, അല്ലേ ലുയ്യ, നീ കണ്ട നിന്റെ പൂർവികര് കണ്ണുനീരൊഴുക്കിയെങ്കിൽ അവര് നിന്നു പോയിട്ടും നിന്നു പോകുന്നതല്ല സുവിശേഷം. യേശുവെന്ന നാമം നിന്നിലൂടെ
എന്നിലൂടെ അടുപ്പിക്കോ, എന്നിലൂടെ അടുപ്പിക്കോ. ഞാൻ അവസാനിച്ചാൽ നിന്റെ തലമുറയിലൂടെ എഴുന്നേൽപ്പിക്കോ, എന്റെ തലമുറയിലൂടെ എഴുന്നേൽപ്പിക്കോ. ഒരിടം കൊണ്ട് നിന്നു പോകുന്നതല്ല യേശുവെന്ന സുവിശേഷം. ആമേൻ, ഹല്ലേലൂയ. ഒതുക്കി തീർക്കാൻ നോക്കിയ പത്രോസിനെയും യോഹന്നാനെയോ അവിടം കൊണ്ട് ഒതുക്കി കളയാൻ നോക്കിയെങ്കിലും ഒതുങ്ങിയില്ല. ആമേൻ, സ്തോത്രം. നമ്മളെ പലരും ഒതുക്കാൻ നോക്കും കേട്ടോ. ഹല്ലേലൂയ. എഴുന്നേറ്റ് വരുന്ന പലരെ ഒതുക്കാൻ നോക്കും കേട്ടോ. ഹല്ലേലൂയ. നമ്മളെന്താ ഭൗതിക നന്മയ്ക്ക് വേണ്ടി അല്ല എഴുന്നേറ്റിരിക്കുന്നത്. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഇതിനകത്തിരിക്കുന്നവർക്ക് പറയാൻ കഴിയോ, ജെസിസ്രേ, എഴുന്നേറ്റിരിക്കുന്ന ഭൗതിക നന്മയ്ക്ക് വേണ്ടിയാണോ ഈ പട്ടിണി ഇരിക്കുന്നത്? ഈ ഉപവാസം ഇരിക്കുന്ന ഭൗതിക നന്മയ്ക്ക് വേണ്ടിയാണോ? അല്ല. ഹല്ലേലൂയ. പറയാൻ കഴിയോ, എന്നോടൊപ്പം ഇരിക്കുന്നവർക്ക് വേണ്ടി. ഹല്ലേലൂയ. കർത്താവിന്റെ രാജ്യം വളരാൻ, എന്നോടൊപ്പം ഇരിക്കുന്നവരൊന്ന് എഴുന്നേറ്റ് വരാൻ, അവരൊന്ന് കൃപ പ്രാപിക്കാൻ, അവരെ ഒന്ന് മുന്നിൽ കൊണ്ടുവരാൻ, അവർക്കുടെ ഭവനത്തിനകത്തൊരു നന്മ വെളിപ്പെടാൻ ഞാൻ ഉപവസിക്കുക, ഞാൻ കണ്ണുനീരൊഴിക്കുക. ദൈവത്തിന്റെ നാമം ഒന്ന് മഹത്വപ്പെടാൻ വേണ്ടിയാ ഞാൻ ഉപവസിക്കുന്നത്. ഹല്ലേലൂയ. അവരിലൂടെ ഇതിനകത്തിരിക്കുന്ന ഓരോ വ്യക്തിയിലും കൂടെയോ ദൈവനാമം ഒന്ന് മഹത്വപ്പെടാനാ ഞാൻ ഉപവസിക്കുന്നത് പറയാൻ കഴിയല്ലേ. നമ്മൾ എഴുന്നേറ്റ് വന്നിരിക്കുന്ന എന്തിനു വേണ്ടിയാ ദൈവമക്കളെ? അല്ലെങ്കിൽ ഒരിക്കലും ഒരു ഭൗതിക നന്മയ്ക്കല്ല. അങ്ങനെയാണെങ്കിൽ യേശുവിനെ ഒന്ന് ഉയർത്താൻ എഴുന്നേൽക്കുന്ന നമ്മളോട് ഓരോരുത്തരും കർത്താവ് പറയുക, പത്രോസിനോടും യോഹന്നാനോടും ഹല്ലേലൂയ ഹല്ലേലൂയ പറഞ്ഞിട്ടും നിർത്തിയില്ലവരെ. എന്തുകൊണ്ടാ? അവർ പ്രാപിച്ചിരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്, പരിശുദ്ധാത്മാവ്. ആമേൻ, സ്തോത്രം. ഞാൻ പോയാലോ നിങ്ങളെ സത്യത്തിൽ വഴി നടത്തേണ്ടതിന് പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ നിങ്ങളുടെ മധ്യത്തിൽ അയക്കോ. അവൻ നിങ്ങളെ സത്യത്തിൽ വഴി നടത്തും. നമ്മളെ സത്യത്തിൽ വഴി നടത്തുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. ഉറാഖാബാല പ്രൗഢരാധരാജകന റംദ പ്രൗഢരാധന അടകന രാധലബലവ ശംദരേരിഗന്ധരാജകന റംദൽ പ്രൗഢരാധന. ഇന്നു രാത്രികാലം നമ്മളെ വഴി നടത്തുന്ന സത്യത്തിന്റെ ആത്മാവാ. സത്യത്തിന്റെ ആത്മാവ് വ്യാപരിച്ചിരിക്കുന്ന നിന്നില് ഹല്ലേലൂയ ഒരു ദുരാത്മാവ് നിന്നിൽ അവകാശം പറയാൻ കർത്താവ് അനുവദിക്കത്തില്ല. കാരണം ഞാൻ പ്രാപിച്ചിരിക്കുന്നത്, നീ പ്രാപിച്ചിരിക്കുന്ന ഒരു സത്യത്തിന്റെ ആത്മാവാ, ഫോഷ്കിന്റെ ആത്മാവിനെ അല്ല. ഒരു ഫോഷ്കിന്റെ ആത്മാവിനും നിന്നെ തകർക്കാൻ കഴിയത്തില്ല. ഉടകാരകന പ്രൗഢരാധനാജകന റംദ പ്രൗഢരാധന റീബലബലവ ശംദരേ രിഗന്ധരാജകന റംദ പ്രൗഢരാധന റീഖാമാനധുരാജകന റംദ പ്രൗഢര. ഇന്നു രാത്രികാലം പരിശുദ്ധാത്മ ശക്തമായി ഇടപെടുക. ഹല്ലേലൂയ. ശത്രുവിന്റെ പദ്ധതിക്ക് നിന്നെ തകർക്കാൻ കഴിയത്തില്ല, നിന്റെ നാവിനെ അടക്കാൻ കഴിയത്തില്ല. ശത്രു പലയിടത്തും നോക്കുക നിന്നെ ഒതുക്കിക്കളയാൻ. പക്ഷെ കർത്താവ് എന്ന് പറയുക, ഹല്ലേലൂയ, ഫോഷ്കിന്റെ ആത്മാവിനെ അല്ല നീ പ്രാപിച്ചിരിക്കുന്നത്. ഉടകാരകന പ്രൗഢരാധന. നിന്നെ നിലനിർത്തുന്നത് പരിശുദ്ധാത്മാവ, സത്യത്തിന്റെ ആത്മാവ. ഒറാകാബാല ഓ ജീവാബാബാബ ശംദൽ പ്രൗഢരാധന റീഖലബലവ ശംദ പ്രൗഢരം ധരാജകന. യേശു കർത്താവ് നമുക്ക് തന്നേച്ചു പോയ ഹല്ലേലൂയ അവകാശമാ, ഒരച്ചാരമാ. പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നമ്മളെ സത്യത്തിൽ വഴി നടത്തുന്നത്, സത്യം തിരിച്ചറിയിക്കുന്നത്. ഓ റീഗത്തരാജകന റംദൽ പ്രൗഢരാധന പ്രീബാബാബ പ്രൗഢരാധന. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവ് വ്യാപരിച്ച ശിഷ്യന്മാർക്ക് മനസ്സിലായി. ഹല്ലേലൂയ. അവർക്കറിയാം ഇവിടം കൊണ്ടൊന്നും ഞങ്ങളെ ഒതുക്കാൻ പറ്റത്തില്ലെന്ന്. അവർ വീണ്ടും എഴുന്നേറ്റല്ലേ. അവർ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുക. 6-ാം വാക്യത്തിന്റെ 3-ാം വാക്യത്തില് അല്ലെ, 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറയുക, അല്ലെ, ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്തുകൊള്ളാൻ. കർത്താവ് ഇന്ന് രാത്രികാലം സ്പഷ്ടമായിട്ട് അതിനകത്ത് സംസാരിക്കുന്നത് ആത്മാവും പരിശുദ്ധാത്മാവും അല്ലെങ്കിൽ ദൈവിക ജ്ഞാനവും നിറഞ്ഞ, അവിടെ കൊണ്ട് നിന്നില്ല, നല്ല സാക്ഷ്യമുള്ള ഓ റീഗന്ധരാജകന. ഇതിനകത്തുനിന്നും ചില സാക്ഷ്യമുള്ളത് നിങ്ങളെ കർത്താവ് എഴുന്നേൽപ്പിക്കും. ജീവാബാബ ശന്തര രഗനധരാജകന റംദൽ പ്രൗഢര. ഇതിനകത്തുനിന്നും ചില സാക്ഷ്യമുള്ളത് നിങ്ങളെ കർത്താവ് എഴുന്നേൽപ്പിക്കും. ഓ റാഗധരാജകന അടകന രാധലബല. നിൻ പ്രാപിച്ച സാക്ഷ്യം കൊണ്ട് ഇതിനകത്ത് ഒതുങ്ങിയിരിക്കാനല്ല. അല്ലെങ്കിൽ കൃപ പ്രാപിച്ചവരെ അല്ലെങ്കിൽ ഈ സാക്ഷ്യത്തോടെ എഴുന്നേൽക്കും. ആമേൻ. അല്ലെങ്കിൽ 40 days ഇരിക്കുന്നത് വെറുതെ അല്ല, സാക്ഷ്യം പ്രാപിച്ചെഴുന്നേക്കാനാ. ഇതിനകത്തുനിന്ന് എഴുന്നേറ്റ് പോകുന്ന കൃപ പ്രാപിച്ചു, ജ്ഞാനം പ്രാപിച്ചു, പരിശുദ്ധാത്മന്റെ അഭിഷേകവും പ്രാപിച്ചു. അതോടൊപ്പം 40 ദിവസം കഴിയുമ്പോൾ ഒരു സാക്ഷിയും കൂടെ ഓരോരുത്തർക്കും കർത്താവ് നൽകും. ഓ റീഗന്ധരാജകന റംദ പ്രൗഢര. ഉപവാസത്തെങ്കിലും പ്രാർത്ഥനയെങ്കിലും ഞാൻ പ്രാപിച്ച സാക്ഷ്യം, ഞാൻ എന്റെ ഭൗതിക വിഷയത്തിൽ പ്രാർത്ഥിച്ചില്ല, അല്ലെ ഞാൻ പ്രാർത്ഥിച്ചത് മുഴുവനോ, അല്ലെ ആത്മാവിൽ നിന്ന് ചിലത് പ്രാപിക്കാൻ
അത് ഞാൻ പ്രാപിച്ചു. അതോടൊപ്പം അല്ലെങ്കിൽ ഈ 40 days കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ എന്റെ ഭൗതിക നന്മയ്ക്കുള്ള മറുപടി ഞാൻ തേടാതെ വന്നു ചേർന്നു. ഉടകാരകന പ്രൗഢരാധന എഴുതി വെച്ചോ. പരിശുദ്ധാത്മാവ് ഇതിനകത്ത് സാക്ഷ്യം പറയാൻ വേണ്ടി ഒരു ദിവസം മാത്രം മാറ്റി വെക്കേണ്ടി വരും. ഉടകാരകന പ്രൗഢരാധ രാജകന റംദൽ പ്രൗഢരാധന റീബൽഥ രാജകന റംദ പ്രൗഢര സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രം ഒരു ദിവസം നിങ്ങൾ മീറ്റിംഗ് ക്രമീകരിക്കേണ്ടി വരുമെന്ന്. ഉറാഗത്ത രാജകന റംദ പ്രൗഢര പരിശുദ്ധാത്മാ പറയുക, ഈ 40 days കഴിഞ്ഞതിന് ശേഷം ഹല്ലേലൂയ ആത്മാവിൽ കൃപ പ്രാപിച്ചവരായി ഓരോരുത്തരും സാക്ഷ്യങ്ങളുമായി എഴുന്നേറ്റ് വരും. അത്ഭുത സാക്ഷ്യം, വേറെ സാക്ഷ്യമല്ല, അത്ഭുത സാക്ഷ്യത്തോടെ എഴുന്നേറ്റ് വരും. ഉടകാരകന പ്രൗഢരാധന അല്ലെങ്കിൽ അതിനകത്ത് പറഞ്ഞ 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ നിരത്തിക്കൊള്ളാൻ അതിനകത്തുണ്ട്. അതിനകത്തുനിന്ന് ചിലതിനെ തെരഞ്ഞെടുപ്പ് അവിടെ നടക്കുന്നില്ല, തെരഞ്ഞെടുപ്പ്. ഇതിനകത്തുനിന്ന് ചില തെരഞ്ഞെടുപ്പിന്റെ കർത്താവ് വെളിപ്പെടുത്തും. ഇതിനകത്തു നിന്ന് ചിലതിനെ കർത്താവ് തെരഞ്ഞെടുക്കും. അല്ലെങ്കിൽ അതിനു വേണ്ടിയാ ഈ ഫാസ്റ്റിംഗ് പ്രയർ വെച്ചിരിക്കുന്നത്. ഇതിനകത്തിരിക്കുന്ന ചിലതിനെ കർത്താവ് തെരഞ്ഞെടുക്കാൻ ഒരു തെരഞ്ഞെടുപ്പ്. യെസ്, ആമേൻ, ആമേൻ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തില് ചില തിരഞ്ഞെടുപ്പുകളെ കർത്താവ് ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കുക. രാജകൻ യേശുവിന്റെ നാമത്തിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ജീവപ്രദാലപന റംദ പ്രൗഢര കർത്താവ് പരിശുദ്ധാത്മാ പറയുക, ഇതിനകത്തിരിക്കുന്ന ഹല്ലേലൂയ ചെറിയ കുഞ്ഞുങ്ങളെ, മീൻസ് ഹല്ലേലൂയ ചെറുപ്രായത്തിൽ നിങ്ങൾ പോലും ചിന്തിക്കാത്ത ചില കുഞ്ഞുങ്ങളെ കർത്താവ് ചിലതിന് വേണ്ടി തിരഞ്ഞെടുക്കാൻ പോകുക. ഹല്ലേലൂയ, ആമേൻ. നമ്മൾ വിചാരിക്കും ഹല്ലേലൂയ പക്വത എത്തിയ അല്ലെ പ്രായത്തിലൊക്കെ മുതിർന്ന കുഞ്ഞുങ്ങളെ അതിനെ ആയിരിക്കാം കർത്താവ് തിരഞ്ഞെടുക്കാൻ പോകുക. അല്ല, കർത്താവ് പറയുക, കർത്താവിനോട് സ്പഷ്ടമായി സംസാരിക്കുക, ചില കൊച്ചു കുഞ്ഞുങ്ങളെ കർത്താവ് തിരഞ്ഞെടുക്കാൻ പോകുക. ഹല്ലേലൂയ. റിഖാബനബന ഭൗഷത്തരാജകന റീബൽത്തരാജകന റംദപ്രോട കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കർത്താവ് ചിലതിനെയൊക്കെ തിരഞ്ഞെടുക്കാൻ പോകുകയാണെന്ന്. അല്ലെങ്കിൽ ചില തിരഞ്ഞെടുപ്പുകൾ ആമേൻ. അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കട്ടെ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ അത് അങ്ങനെ തന്നെ നടക്കട്ടെ. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ചോ, പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ചോ, ഇല്ലെങ്കിൽ ദിവസങ്ങൾ പ്രാപിച്ചെടുത്തിട്ട് ഇതിനകത്തൊന്ന് പോകാവൂ. പ്രാപിച്ച് ദൈവിക ജ്ഞാനം പ്രാപിച്ച് ഹല്ലേലൂയ ചിലത് സാക്ഷ്യങ്ങളുമായി എഴുന്നേറ്റ് വരുമ്പോൾ അങ്ങനെയുള്ളവരെ കർത്താവ് തിരഞ്ഞെടുക്കാൻ പോകുന്നത്. തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അഭിഷേകം പ്രാപിച്ച ചിലതിനെ കർത്താവ് തിരഞ്ഞെടുക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തില് അപ്പാപ്പന്റെ നാമത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമം പ്രവർത്തിക്കുക, യേശുവിന്റെ നാമം അത്ഭുതം ചെയ്യുക, യേശുവിന്റെ നാമം വിടുതൽ ചെയ്യുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി, അത്ഭുതങ്ങളുടെ പ്രവൃത്തി പ്രൗഢരാധന കർത്താവ് ചെയ്യും. അവിടെ എന്താ തെരഞ്ഞെടുപ്പ് നടന്നു. അല്ലെങ്കിൽ അവിടെ എന്താ അവിടെ ചെയ്യുക ഞങ്ങളോ അവിടെ പറയാ അവിടെ എന്താ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോ എന്താ അവർ ചെയ്യുന്നത്? അല്ലെ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കുമെന്ന് പറഞ്ഞല്ലേ. ഹല്ലേലൂയ. എന്താ തെരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് അവര് പറയാ അവർക്ക് വേണ്ടി എന്താ ഞാൻ ചെയ്യുന്നത്? പ്രാർത്ഥിക്കണം. ചിലതിനെ തെരഞ്ഞെടുപ്പിനെ മുൻപിൽ നിൽക്കുന്ന ചിലതിനെ മുൻപിൽ നിൽക്കുന്ന ചിലര് ഇതിനകത്ത് മുൻപിൽ നിൽക്കുന്ന ചിലര് ഹല്ലേലൂയ ചിലതിന് വേണ്ടി അവർക്ക് വേണ്ടി ഉറ്റിരിക്കണം, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. അല്ലെങ്കിൽ അതുപോലെ തന്നെ വചനത്തിനകത്ത്, വചന ധ്യാനത്തിനകത്ത് വചനത്തിനകത്ത് ഉറ്റിരിക്കണം, പ്രാർത്ഥനയിലും ഉറ്റിരിക്കണം. തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ ഈ ദിവസങ്ങളിൽ നമ്മൾ വളരെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കേണ്ട കാര്യമാണ് പ്രാർത്ഥന, വചന ധ്യാനം. ഈ 2 വിഷയത്തിനകത്ത് ഉറ്റിരിക്കാൻ തയ്യാറാകണം. അതോടൊപ്പം തന്നെ ഈ വാക്ക് കൂട്ടത്തിലൊക്കെ എല്ലാവർക്കും എന്താ ബോധ്യമായി? ഇത് പറഞ്ഞപ്പോൾ തന്നെ അവർക്കെല്ലാം തിരിച്ചറിഞ്ഞു അല്ലേ. തിരിച്ചറിഞ്ഞിട്ട് എന്താ അടുത്ത ഭാഗമാണ് വിശ്വാസവും പരിശുദ്ധാത്മാവ് നിറഞ്ഞ പുരുഷനായ സ്തേഫാനോസ്. അതിനിപ്പുറത്തോട്ട് ഇങ്ങോട്ട് കുറെ പേരുടെ പേര് പറഞ്ഞു, ഞാൻ അത് വായിക്കുന്നില്ല, എനിക്കൊരൊറ്റാക്കട പേര് മതി. കാരണം കർത്താവ് ഇടപെട്ടത് ആ ഒരു വ്യക്തിയെ കുറിച്ചാണ്. വിശ്വാസം എന്തോ നിറഞ്ഞതാണ്? ഫസ്റ്റ് പറയുന്നത് വിശ്വാസം അല്ലേ. പരിശുദ്ധാത്മാവ് പ്രാപിച്ചാൽ മാത്രം പോരാ, വിശ്വാസം വേണം അല്ലേ. വിശ്വാസം എങ്ങനെയുള്ള വിശ്വാസം? ഒരു തികഞ്ഞ വിശ്വാസം. അല്ലെ എൻ്റെ യേശുപ്പൻ എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ശൂന്യതയുടെ നടുവിൽ നോക്കിയും അവിടെ എന്തൊക്കെയോ ഉണ്ടെന്ന് അങ്ങ് വിശ്വസിക്കണം. ഹല്ലേലൂയ. അതാ അല്ലെങ്കിൽ കണ്ണിൽ ബ്ലൈൻഡ് ആയിട്ടിരിക്കുന്നവർ എങ്ങനെയാ വിശ്വസിക്കുന്നത്? ബ്ലൈൻഡ് ആയിട്ടിരിക്കുന്നവരല്ലേ. അല്ലെങ്കിൽ ബ്ലൈൻഡ് ആയിട്ടിരിക്കുന്നവരെന്താ അവർക്കൊരു ഉറപ്പുണ്ട് ഇവിടെ അല്ലെ സ്ഥിരമായിട്ട് പോകുന്നിടത്ത് ഇവിടെ ഒന്നും ഉണ്ടെന്ന്. കാരണം അവർക്ക് കാണാൻ പറ്റത്തില്ല അല്ലേ. അതിനുവേണ്ടി എന്താ അവർ ഉറപ്പിച്ച് വിശ്വസിക്കുക. ഒരാൾ കൈ പിടിക്കുമ്പോൾ എന്താ അവരെന്താ
വിശ്വസിക്കുന്നു, ഞാൻ നിന്നെ അപ്പുറത്ത് കൊണ്ടുവന്ന് പറഞ്ഞ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ളവരുടെ കൈ പിടിക്കും, അവരെന്താ എന്നെ ഉറപ്പായിട്ടും കൊണ്ടുപോകും. ഒരാൾ കരത്തി പിടിച്ചിട്ടുണ്ട്, കാണാൻ പറ്റുന്നില്ല, പക്ഷെ അവർ വിശ്വസിക്കുക. കാരണം എന്താ, കരത്തിന്റെ അകത്ത് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ. ഈ ദിവസങ്ങൾ ഫീൽ ചെയ്യണം, ചിലത് ഫീൽ ചെയ്യണം. കാരണം അത് എന്റെ കരത്തിൽ എന്റെ അപ്പൻ പിടിച്ചിട്ടുണ്ട്, എന്റെ യേശുപ്പ പിടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലത് ഫീൽ ചെയ്യണം ബ്ലൈൻഡ് ആയിട്ട്. പക്ഷെ അല്ലെങ്കിൽ പുറമെയുള്ള കണ്ണുകളൊക്കെ ഞാൻ ക്ലോസ് ചെയ്ത് വെക്കുക, പക്ഷേ അല്ലെങ്കിൽ ഈ അകത്തളങ്ങളിൽ ഫീൽ ചെയ്യണം എന്റെ യേശുപ്പ എന്റെ കരം പിടിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ എന്താ, അല്ലെങ്കിൽ വിശ്വാസം വേണം, ബ്ലൈൻഡ് ആയിട്ട് ചില വിശ്വാസം വേണം. അടുത്തത് പരിശുദ്ധാത്മാവ് നിറയണം അല്ലേ. പരിശുദ്ധാത്മാവശ്യം പ്രാപിക്കാത്ത ആരെങ്കിലും ഇതിനകത്ത് തന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവമക്കളെ കൊതിയോടെ പ്രാർത്ഥിച്ചോ, കർത്താവേ എന്റെ മേലൊന്ന് പകരപ്പെടണം. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവശ്യം പ്രാപിച്ചവർ പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമുണ്ട്. നിങ്ങൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. എന്തിനു വേണ്ടിയാ? ഇതിനകത്ത് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാത്തവർക്ക് വേണ്ടി ഈ പ്രാപിച്ചവർ ഇത്രയും പേര് റെസ്പോൺസിബിളാ, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. എൻ്റെ കൂടെയുള്ള ദൈവ പൈതൽ, കർത്താവെ അവർ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ടില്ല, ആ പൈതൽ പ്രാപിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ കർത്താവെ ഇനി മുതൽ നിങ്ങൾ എന്തിനാ പ്രാർത്ഥിക്കേണ്ടത്? നിങ്ങളുടെ ഭൗതിക നന്മയ്ക്ക് വേണ്ടിയല്ല, ഇതിനകത്ത് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാത്തവർക്ക് വേണ്ടി ഇനിയുള്ള ദിവസങ്ങൾ പ്രാർത്ഥിക്കണം. അല്ല, അവർ പ്രാപിച്ചു പുറത്തു വരണം. അതിന്റെ നന്മ ആർക്കാ? അത് നിങ്ങൾക്കാ വരുന്നത്. ഹല്ലേലൂയ. അവർ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു പുറത്തിറങ്ങുമ്പോൾ പ്രാർത്ഥിച്ച നിങ്ങൾക്ക് എന്താ, ഹല്ലേലൂയ, നന്മ വന്നു ചേരുമെന്ന്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഒന്ന് ഏറ്റെടുക്കാൻ തയ്യാറാണോ? ഹല്ലേലൂയ, ഒന്ന് ഏറ്റെടുക്കാൻ തയ്യാറാണോ? ഇതിനകത്തിരിക്കുന്നവർ കർത്താവേ, ഈ 15-ാം ദിവസം മുതൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നത്, ഉപസിക്കാൻ പോകുന്നതോ എന്റെ പ്രിയപ്പെട്ടവര് അഭിഷേകം പ്രാപിക്കാത്ത ചിലരിനകത്തുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇന്നു മുതൽ ഞാൻ ഉപസിക്കാൻ പോകുക. ആർക്കൊക്കെ പറയാൻ പറ്റും? ആർക്കൊക്കെ പറയാൻ പറ്റും? അല്ലെങ്കിൽ ഞാൻ ഇന്ന് മുതൽ ഉപസിക്കാനും പ്രാർത്ഥിക്കാനും പോവുക. കർത്താവേ, ഇനി ഇതിനകത്തിരിക്കുന്ന പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാത്തവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണെന്ന്. അല്ലെങ്കിൽ അങ്ങനെ തീരുമാനമെടുക്കുന്നവർ അല്ലെങ്കിൽ അത്ഭുതങ്ങളെ കാണും. നിങ്ങൾ അത്ഭുതത്തെ കാണും. അവർ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം കാണും, സാക്ഷ്യം വെളിപ്പെടും. ആമേൻ. സ്തോത്രം. യേശുവിന്റെ നാമത്തില്. ഹല്ലേലൂയ. എങ്ങനെയാ ഹല്ലേലൂയ സ്തേവാനോസിനെ തെരഞ്ഞെടുത്തത്? എന്ത് ക്വാളിറ്റി ആയിരുന്നു സ്തേവാനോസിനുള്ളത്? ആകെ ഉണ്ടായിരുന്നത് എന്താ? വിശ്വാസവും പരിശുദ്ധാത്മാവ് നിറഞ്ഞ പുരുഷനായിരുന്നല്ലേ. അത് മതി, വേറെ ഒന്നും വേണ്ട. അല്ലെ, ലോകം നോക്കുന്ന ക്വാളിഫിക്കേഷൻ ഒന്നും നമുക്ക് വേണ്ട. അവര് നോക്കുന്ന ഗുണങ്ങളൊന്നും നമ്മളെ ഉള്ളിൽ കാണത്തില്ല. പുറമേ നോക്കുന്ന ഹല്ലേലൂയ വലിയ ക്വാളിറ്റിയോ വിദ്യാഭ്യാസമോ സൗന്ദര്യമോ ഗുണമോ അല്ലെങ്കിൽ സമ്പത്തോ ജോലിയോ ഒന്നും കാണത്തില്ല. പക്ഷെ കർത്താവ് പറയാ, ഹല്ലേലൂയ നിന്നിൽ വിശ്വാസമുണ്ടോ? നിന്നിൽ പരിശുദ്ധാത്മാഭിഷേകം ഉണ്ടോ? മതി, മതി, നിന്നെ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുക. ഓ റീഘാബാബശന്തലാരകന, നിന്നിൽ വിശ്വാസമുണ്ടോ? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുണ്ടോ? അല്ലെങ്കിൽ നിന്നെ ഞാൻ തെരഞ്ഞെടുക്കുക, നിന്നെ ഞാൻ തെരഞ്ഞെടുക്കുക. എനിക്ക് വേണ്ടത് ഇത് രണ്ടുവാ. വിശ്വാസം വേണോ? അല്ലെങ്കിൽ എന്നിലുള്ള ഒരു വിശ്വാസം, കർത്താവ് പറയുക, യേശുവിലുള്ളൊരു വിശ്വാസവും വേണോ? അല്ലെങ്കിൽ അതോടൊപ്പം പരിശുദ്ധാത്മാഭിഷേകം ഉണ്ട്, നിന്നെ തെരഞ്ഞെടുത്തിരിക്കുക. അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്തേഫാനോസിനെയാ കർത്താവ് തെരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. സ്തേഫാനോസ് എങ്ങനെയാ ഇറങ്ങിത്തീരുന്നത്? അല്ലെങ്കിൽ അവരെന്താ ഇറക്കി വെക്കുമ്പോൾ എന്താ, അവരെന്താ പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് വിടുക അല്ലേ. അല്ലെങ്കിൽ രാവിലെ കാലം സിസ്റ്റർ പറഞ്ഞൊരു വിഷയമുണ്ട് അല്ലേ, ഇനി ഒരു മീറ്റിംഗ്, അത് കർത്താവിന് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം കേട്ടോ. അല്ലെങ്കിൽ ഇനി ഒരു മീറ്റിംഗ് ഒക്കെ എന്തിനാ? അല്ലെങ്കിൽ ചിലതിന് വേണ്ടി പ്രാർത്ഥിച്ചയക്കാൻ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഒരു മീറ്റിംഗ് കൂടെ കർത്താവ് ക്രമീകരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനകത്ത് ക്രമീകരിക്കുന്ന എന്തിനാ? ചിലതിനെ പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ചിലതിലേക്ക് എടുത്ത് ഹല്ലേലൂയ യാത്ര അയക്കാൻ. ആമേൻ. സ്തോത്രം. അങ്ങനെ തന്നെ നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. അത് അങ്ങനെ തന്നെ ഇന്ന് രാത്രി ഉറപ്പിക്കുക. കർത്താവ് എന്തിനു വേണ്ടി രാത്രിയിൽ ഒന്നുകൂടെ കേൾപ്പിച്ചത്? രാവിലെ കേട്ടതിനെ വചനത്തിലൂടെ ഉറപ്പിക്കുക. ഓ ജീവാബാബ ശംദരാ രഗന പ്രൗഢരാധനാജകന റംദ പ്രൗഢരാധന. കർത്താവ് പറയാ, നിന്നെ ഞാൻ തെരഞ്ഞെടുത്തെങ്കിൽ അല്ലെങ്കിൽ നിന്നെ ഞാൻ ഇറക്കാൻ പോകുക. ഇതിനകത്ത് അല്ലെങ്കിൽ ചിലതിനെ പ്രാർത്ഥിച്ചയക്കാൻ പോകുന്ന ദിവസങ്ങൾ അടുത്തു. ആമേൻ. സ്തോത്രം, സ്തോത്രം. ഞാനത് ഏറ്റെടുക്കുക, ഞാനും ഏറ്റെടുക്കുക. രാവിലെ കാലം അത് പറയുമ്പോൾ ഉണ്ടല്ലോ പരിശുദ്ധാത്മ, ഞാനത് കേട്ടോണ്ടിരിക്കുക. ഞാൻ ആമേൻ പറഞ്ഞു. ഞാൻ ആമേൻ പറഞ്ഞിട്ട് പറഞ്ഞു, കർത്താവേ ഞാനും വരും. ഹല്ലേലൂയ. എന്നെയും ചിലതിന് വേണ്ടി കർത്താവ് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചയക്കാൻ, അല്ലെങ്കിൽ ആ മീറ്റിങ്ങിനകത്ത് ഞാനും വരും. എന്റെ സാക്ഷ്യമായി ഞാനും വരും. ഹല്ലേലൂയ. ഞാൻ രാവിലെ കാലം എന്റെ കർത്താവിനോട് ഞാൻ പറഞ്ഞത് അത് കേട്ടോണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവമക്കളെ അല്ലെങ്കിൽ ഒരു ഫോഷയെ പോലെ ചിലതൊക്കെ ഏറ്റെടുക്കണം. അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന ചിലർ വിചാരിക്കും എല്ലാത്തിനും കയറി ആമേൻ പറയുവാണല്ലോ എന്ന്. അങ്ങനെ പറഞ്ഞവരാട്ടോ ഇതിനകത്ത് ഷിനു ഉണ്ടെന്ന് തോന്നുന്നു. ഷിനു കഴിഞ്ഞ ദിവസത്തിനകത്ത് മെസ്സേജ് എടുത്തില്ലേ? ഞങ്ങളുടെ സാക്ഷ്യം അത് കേട്ടോ. എന്തോ കേട്ടാലും ഞങ്ങളങ്ങ് ആമേൻ. ഞങ്ങളോട് പറഞ്ഞ ദൂതായിരിക്കല്ലോ കേട്ടോ. ഞങ്ങളെ ഒരു വലിയൊരു പ്രത്യേകത, ഞങ്ങളുണ്ടല്ലോ ഹല്ലേലൂയ, ഞങ്ങൾ കുവൈറ്റിലായിരുന്നപ്പോൾ ഞങ്ങളുടെ ഭയങ്കര ഒരു നല്ല മൊമെന്റ്സ് ആയിരുന്നു. വേറൊന്നും അല്ല കേട്ടോ, കർത്താവിൽ വളരാൻ
ഞങ്ങൾ കർത്താവിന് വേണ്ടി അങ്ങോട്ട് വിട്ടുകൊടുത്ത സമയം ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങളുടെ ടോക്ക് മൊത്തം ആത്മീയ വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ വേറൊന്നും സംസാരിക്കുന്നില്ല. ഞങ്ങൾക്ക് എന്താ വ്യഗ്രതയാ, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, ആരാധിക്കണം. എവിടെ പ്രാർത്ഥനയോട് ഞങ്ങൾ ഓടും, എവിടെ ഡ്യൂട്ടി കഴിഞ്ഞൊക്കെ ഓടും. ഓടി ചെന്നിട്ടുണ്ടല്ലോ, ഞങ്ങൾ ഇടയ്ക്കൊന്നും ഇരിക്കത്തില്ല കേട്ടോ. ഞങ്ങൾ ഏറ്റവും പുറകെ പിരിക്കും. എന്തിനാണെന്നറിയോ? ഞങ്ങൾക്ക് ചാടിത്തുള്ളി ആരാധിക്കണം. അവിടെ ഈ അടിക്കടിക്ക് കസേരയല്ല ഇട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കസേരയ്ക്കകത്ത് ഇരിക്കുന്നതന്നെ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണ്. കസേരയ്ക്കകത്ത് ഇരുന്നാൽ മുമ്പിലുള്ളവരെ തട്ടും, അല്ലെങ്കിൽ കസേരയുടെ ഗ്യാപ്പ് ഇത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ അതിനകത്തിരുന്ന് ആരാധിക്കാൻ മതി. ഞാൻ ഇപ്പോഴും അങ്ങനെയാ. ഞാൻ ഏറ്റവും അറ്റത്തെ പോയിരിക്കും കസേരയുടെ. കാരണം എന്തിനാണെന്നറിയോ? അല്ലെങ്കിൽ നടുക്കിരുന്നാൽ എനിക്ക് മുമ്പോട്ടും അങ്ങോട്ടും അനങ്ങാൻ പറ്റത്തില്ല. എനിക്ക് ചാടിത്തുള്ളി ആരാധിക്കണം. അതുകൊണ്ട് ഇന്ന് അറ്റത്തിരുന്നാ ഉണ്ടല്ലോ, ഇച്ചിരി ഇങ്ങോട്ട് ഇറങ്ങി ഇന്ന് ആരാധിക്കാം. അന്ന് ഞങ്ങളുണ്ടല്ലോ, ഞങ്ങൾ അവിടെ ചെന്നിരുന്നിട്ട് ആരാധന തുടങ്ങുമ്പോൾ ഞാനും ഷിനുവും ഒക്കെ ഞങ്ങളുടെ 3-4 പേരോട് ഉണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടെ പുറത്തോട്ട് ഇറങ്ങും. പുറകിലോട്ട് പോയി സ്പേസ് ഉള്ളിടത്ത് പോയി നിൽക്കും ആരാധന തുടങ്ങുമ്പോൾ. അല്ലെങ്കിൽ എനിക്ക് ഇപ്പോഴും ഓർക്കുമ്പോൾ അതൊക്കെ ദൈവമേ, എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനതൊക്കെ സന്തോഷം, എൻ്റെ കണ്ണുനീര് വരും എനിക്കതൊക്കെ ഓർക്കുമ്പോൾ. കാരണം അല്ലെങ്കിൽ പലപ്പോഴും ചില സമയത്ത് ഞാൻ ഓർക്കും, കർത്താവ് ആ മൊമെന്റുകളൊക്കെ മറക്കാൻ പറ്റാത്ത മൊമെന്റുകളാട്ടോ ഞാൻ ഓർക്കുന്ന. ഒന്നും UK വന്നതിനകത്തുള്ള മൊമെന്റ് ഒന്നും അല്ല ഞാൻ ഓർക്കുന്നത്. അതൊക്കെ എന്നെ കർത്താവ് കൊണ്ടുവന്നേ. അതൊന്നും വലിയ ശ്രേഷ്ഠത, ദൈവസന്നിധിയിൽ എനിക്ക് മഹത്വമുണ്ട്, കർത്താവിന് ഞാൻ മഹത്വം കൊടുക്കുന്നു. പക്ഷെ അതല്ല, അതിനേക്കാൾ ഏറ്റവും വലിയൊരു അല്ലെങ്കിൽ ശ്രേഷ്ഠതയും അല്ലെങ്കിൽ നല്ല മൊമെന്റ് ഏതാന്ന് ചോദിച്ചാൽ ഞാൻ പറയോ, ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിച്ച മൊമെന്റ്സ് ആണെന്ന് ഞാൻ പറയും. കാരണം അവിടെ ചെന്ന് നിന്ന് ആരാധിക്കുമ്പോൾ മതിമറന്ന് അതിനുള്ള സാന്ദ്രിക ചർച്ചിലുണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ള പല ചർച്ചിലും അതിന് സാന്ദ്രയിൽ അടിച്ചമർത്തുക, അല്ലെങ്കിൽ ആരാധന അങ്ങോട്ട് അല്ലെങ്കിൽ നല്ല ബലവത്തായിട്ടും കൊണ്ട് ആരാധിച്ച് വരുമ്പോൾ അല്ലെങ്കിൽ മ്യൂസിക് നിൽക്കും, എല്ലാം നിൽക്കും, അല്ലെങ്കിൽ സകലതും നിന്നു പോകും, നമ്മളെയും പിടിച്ചൊതുക്കും. പിന്നെ അടുത്തതിലേട്ടൊക്കെ പറഞ്ഞു വരാൻ നമുക്കും ആരാധിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നത് കേട്ടോ. പക്ഷേ ഹല്ലേലൂയ, കൃപ പ്രാപിച്ചവരെ നമ്മുടെ വായ ഒതുക്കാൻ ഒരു പിശാചിനും പറ്റത്തില്ല. അവര് പറയുമായിരിക്കും, എന്തൊരു ശബ്ദമാ, നിർത്താൻ പറഞ്ഞിട്ട് നിർത്തുന്നില്ല. ഹല്ലേലൂയ. പക്ഷേ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്നതിന് മനുഷ്യൻ നിർത്താൻ പറഞ്ഞാൽ നിർത്താൻ പറ്റത്തില്ല. മാക്സിമം നോക്കും കേട്ടോ. മാക്സിമം പലയിടത്തും പരിജ്ഞാനവും കൂടെ വേണമല്ലോ. പലയിടത്തും നമ്മൾ നിർത്താം, പക്ഷെ ചിലയിടങ്ങളിൽ നിർത്താൻ പറ്റത്തില്ല. ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയോ? നമ്മളെ നയിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ്. ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾ പറയും, ഞങ്ങൾ 2 പേരും കൂടെ അവിടെ നിന്നിട്ട് ഞാൻ എപ്പോഴും നോക്കുന്നൊരു കാര്യമാണ്. അല്ലെങ്കിൽ ആരോടെങ്കിലും ആയിരിക്കും ദൂത് പറയുന്നത് കേട്ടോ. ദൂത് പറയുമ്പോൾ ഞങ്ങൾ ആമേൻ, ഞങ്ങൾ 2 പേരും ആദ്യം പറയും, ആമേൻ പറയും. എനിക്കിപ്പോഴും ഞങ്ങൾക്ക് വളരെ സന്തോഷം ചിരിയും തോന്നുന്ന ഒരു അനുഭവം അത് കേട്ടോ. പക്ഷേ ആ ആമേൻ പറഞ്ഞത് ഏറ്റെടുത്തല്ല ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അവരെത്ര ഏറ്റെടുത്തെന്ന് എനിക്കറിയത്തില്ല, ആ ദൂത് പറഞ്ഞ വ്യക്തി ഏറ്റെടുത്തോന്ന് എനിക്കറിയത്തില്ല. പക്ഷേ മറ്റുള്ളവരോട് ദൂത് പറയുമ്പോൾ ഞങ്ങൾ അതങ്ങ് ഏറ്റെടുക്കും. ആമേൻ എന്ന് ഉറക്കെ പറയും ഞങ്ങൾ. കാരണം അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിച്ചിട്ടുണ്ടെന്ന്. അല്ലെങ്കിൽ ഈ രാജ്യത്ത് വന്ന് ഇരിക്കുന്നത് പോലും വല്ലവരോടും കേട്ട ദൂത് ആമേൻ പറഞ്ഞതാ. ആമേൻ സ്തോത്രം. എന്നോട് ആരും പറഞ്ഞിട്ടില്ല നീ തണുപ്പുള്ള രാജ്യത്ത് പോകുന്നു. സത്യസന്ധമായിട്ട് പറയാം, എന്നോട് ഒരു മനുഷ്യൻ ഇന്നുവരെ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ജനിച്ച നാളോട്ട് അനേക ദൂതുകൾ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ എന്നോട് ആരും പറഞ്ഞിട്ടില്ല. എൻ്റെ കൂടെ ഉള്ളവരോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഭവനത്തിലുള്ളവരോട് പറഞ്ഞിട്ടുണ്ട്, എന്നോടോ ഹസ്ബൻഡിനോടോ ആരും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾ കുടുംബമായിട്ട് മഞ്ഞുള്ള രാജ്യത്ത് പോകുന്നു, മഞ്ഞ് വീഴും. ഞങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ സഹോദരങ്ങളോടൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ മഞ്ഞുള്ള രാജ്യത്ത് പോകും. സ്തോത്രം, നന്നായിരിക്കട്ടെ. പക്ഷേ ഹല്ലേലൂയ, കേട്ട ദൂത് വല്ലവരോടും പറഞ്ഞതാ ഞാൻ ഏറ്റെടുത്തത്, ഞാൻ പോകും. അന്നേരം കർത്താവ് മറ്റുള്ളവർ പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഷിനു പറയുന്നത് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയിട്ടുണ്ട്. അല്ലെ, ഷിനു ഉണ്ടല്ലോ എന്നേക്കാൾ കൂടുതൽ അല്ലെ കർത്താവിനുള്ള സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യും, ഒരു ലജ്ജയില്ല. അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് പറയും, നിങ്ങൾ എന്തിനാ ചേച്ചി എന്തിനാ ആമയും പറഞ്ഞു വയ്ക്കുമ്പോ, ആവട്ടെ ആരോടോ പറയട്ടെ, അത് എന്നോട് പറഞ്ഞ ദൂതായിട്ട് ഞാൻ, എന്നെ എൻ്റെ അപ്പൻ കൊണ്ടുപോകൂടി എന്നിങ്ങനെ പറയും. എന്നെ എൻ്റെ അപ്പൻ കൊണ്ടുപോയി അവിടെ നിർത്തും. അതുപോലെ തന്നെ അല്ലെങ്കിൽ അവൾ കടന്നുപോയ സ്റ്റേജിനകത്തൊക്കെ അല്ലെങ്കിൽ മാന്യതയോടെ മറ്റുള്ളവർ പലരും കൂടെ എന്തിനാ ചേച്ചി ആമേൻ പറയുന്നത് ചോദിച്ചവരൊക്കെ കുവൈറ്റ് വിട്ടപ്പോൾ അവരൊക്കെ ഹല്ലേലൂയ റിസൈൻ പിടിച്ച് വീട്ടിൽ പോയിരുന്നപ്പോൾ, ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ പോയിരുന്നപ്പോൾ ഹല്ലേലൂയ എല്ലാത്തിനും ഭോഷയെ പോലെ ആമേൻ പറഞ്ഞവളെ ദൈവം അവിടെ നിന്ന് ഇറക്കി അടുത്തടുത്ത് കൊണ്ടുവന്ന ഇരട്ടി സാലറിയോട് അവളെ നിർത്തി കർത്താവ്. ആമേൻ സ്തോത്രം. എനിക്ക് എപ്പോഴും വലിയൊരു ഷിനുവിൻ്റെ സാക്ഷ്യങ്ങൾ ഞാൻ എപ്പോഴും ഓർത്ത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും അനുഭവമാക്കുന്നോളാം. അല്ലെങ്കിൽ പക്ഷേ പലപ്പോഴും അല്ലെങ്കിൽ ദൈവ പൈതലെ നമ്മൾ കേൾക്കുന്ന വാക്തത്വം എന്താണ്? അതെന്താ? ഫോഷയെ പോലെ ഏറ്റെടുക്കണം. അല്ലെങ്കിൽ പലരും നോക്കുമായിരിക്കും, നീ എന്തിനാ എല്ലാത്തിനും കൈയടിക്കുന്നേ, എല്ലാത്തിനും എന്തിനാ ഈ ആമയും പറയുന്നത്, ഇരുന്ന് തുള്ളുന്ന എന്തിനാ? അല്ലേ ലൂയ പൊട്ടിയെ പോലെ ഇങ്ങനെ ഇരുന്ന് കൈ ഉയർത്തിയങ്ങ് അല്ലെങ്കിൽ തുള്ളുവാന്നല്ലോ, എന്തിനാ? നമുക്ക് പറയുവാൻ കഴിയും, എന്നിൽ ഞാൻ പ്രാപിച്ചൊരു അഭിഷേകമുണ്ട്. അല്ലേ ലൂയ, ആര് പറഞ്ഞാലും അത് വചനമാണോ, ഞാനത് ഏറ്റെടുക്കും. വചനമാണോ, ഏറ്റെടുക്കും. ആമേൻ സ്തോത്രം. അല്ലേ ലൂയ. അതിനകത്ത് എന്താ? അല്ലേ ലൂയ, സമയങ്ങൾ മുൻപോട്ട് കടന്നു പോന്നല്ലോ. അതിനുശേഷം അതിനകത്തെ 6-8 വാക്യത്തിൽ പറയുന്നു
പറയുന്നുണ്ട്, അനന്തരം സ്തേഫാനോസ് എങ്ങനാ ഇറങ്ങിയത്? പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഇറങ്ങിയിട്ട് അവരെങ്ങനെങ്കിലും പോയാണോ? അല്ല. അനന്തരം സ്തേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തെന്ന്. അല്ലെങ്കിൽ കൈവച്ചു പ്രാർത്ഥിച്ചു വിട്ടത് വെറുതെ ആയോ? വെറുതെ ആയോ? ഇല്ല. തെരഞ്ഞെടുപ്പ് വെറുതെ ആയോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ തെരഞ്ഞെടുത്ത് ചിലതിനെ അനുഗ്രഹിച്ചു വിടുന്നൊന്നും വെറുതെ പോകത്തില്ല. അവരെങ്ങനെ പോകുന്നാ പറയുന്നത്? അല്ലെങ്കിൽ കൃപയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയും. അല്ലെങ്കിൽ ദൈവമക്കളെ വാഗൊണ്ട് ഏറ്റു പറ, കൃപയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയും കൊണ്ട് ഞാൻ ഇറങ്ങും. ആമേൻ, സ്തോത്രം. ഞാൻ പോകും. ഹല്ലേലൂയ. കൃപയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയും. ഹല്ലേലൂയ. ഇലീസി എന്ന് പറഞ്ഞ അതിനകത്തിരിക്കുന്ന ഹല്ലേലൂയ ബ്രദറിനെ ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു കേട്ടോ. കർത്താവ് മാനിക്കും കേട്ടോ. കർത്താവ് നിറയ്ക്കും കർത്താവ്. കാരണം എന്താണെന്നറിയോ? ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഇരുന്നൊരു പൊട്ടനെ പോലെ അല്ലെ ഫോഷനെ പോലെ പല ആണുങ്ങൾ മാറിയിരുന്ന് ഹല്ലേലൂയ ചെയ്യാൻ അവരൊക്കെ മടി കാണിക്കുന്നുണ്ട്. എല്ലാത്തിനും ഇങ്ങനെ ആമേൻ പറയുന്നതോ, ഞാൻ ദേവദാസന്മാരെയൊക്കെ പറയുന്നതൊന്ന് ഏറ്റെടുത്ത് പറയാൻ പലർക്കും മടിയാ. പലയിടത്തും നമ്മൾ കാണാം, സഹോദരിമാരൊക്കെ ഒരുപാട് പേര് അങ്ങനെയൊക്കെ ചെയ്തു. പക്ഷേ സഹോദരന്മാരെ പലരും നോക്കുമ്പോൾ അവർക്കൊക്കെ പുറകോട്ട് ഉൾവലിഞ്ഞു നിൽക്കും. പക്ഷെ ഈ ദേവദാസനെ അല്ലെങ്കിൽ കാണുമ്പോൾ ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കാട്ടോ. നമ്മുടെ മുമ്പിൽ വചനമെടുക്കും ഇങ്ങനെയുള്ളവർ വന്നിരിക്കുമ്പോഴാണ് നമ്മുടെ ഒരു പ്രചോദനം. അല്ലെങ്കിൽ നമ്മളും കൂടെ അതിനകത്ത് ആഴത്തിലും വിശ്വാസത്തിലേക്ക് ഇറങ്ങിയ ദേവദാസനെ അല്ലെങ്കിൽ ദൈവം മാനിക്കും കേട്ടോ. കർത്താവ് ഉപയോഗിക്കോ. ഹല്ലേലൂയ. പഠിപ്പുള്ളവനല്ലായിരുന്നു പത്രോസ്. ഹല്ലേലൂയ. പത്രോസും യോഹന്നാനും ഒന്നും വിദ്യാഭ്യാസമുള്ളവരല്ലായിരുന്നു, മുക്കുവന്മാരായിരുന്നു. അവർക്ക് ആകെ അറിയാമായിരുന്നു മീൻകാനായിരുന്നു. അല്ലെങ്കിൽ ദേവദാസനോട് പറയുക, വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി കൊണ്ടൊക്കെ പലരും ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ കർത്താവ് പറയുക, അല്ലെങ്കിൽ ഒരു ക്വാളിറ്റിയും അല്ലെ ലോകം പറഞ്ഞില്ലെങ്കിലോ അല്ലേ സ്തോത്രം ഒരുവന് വേണ്ടി യേശുവിനെ കുറിച്ച് സുവിശേഷം പറയാനായിരിക്കും എഴുന്നേൽപ്പിക്കുന്നത്. അത് മതി. അതിനകത്ത് കൃപ പകരും കർത്താവ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ ദിവസങ്ങളിൽ എഴുന്നേറ്റണം. ആത്മാവിൽ എഴുന്നേൽക്കണം. കുതിച്ചെഴുന്നേൽക്കണം. ഹല്ലേലൂയ. ഒരു തീരുമാനം എടുക്കണം. കർത്താവേ, ഈ 40 days കഴിയുമ്പോൾ ഞാൻ കുതിച്ചെഴുന്നേൽക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മ നിറഞ്ഞവനായി ഞാൻ എഴുന്നേൽക്കുമെന്നൊരു തീരുമാനം എടുക്കണം. ഹല്ലേലൂയ. കർത്താവ് നിറയ്ക്കും, കർത്താവ് അയക്കും. ആമേൻ, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ സ്തേഫാനോസ് എങ്ങനെയാ പോയത്? ഹല്ലേലൂയ. നിറഞ്ഞവനായി പോയി. അല്ലെങ്കിൽ നിറഞ്ഞവനായി പോയിട്ട് 10ാം വാക്യത്തിൽ പറയുന്നു, ജ്ഞാനത്തോട്. എന്താ അല്ലെങ്കിൽ പലരും അതിന്റെ 10ന്റെ തൊട്ട് മുമ്പിൽ പറയുന്നുണ്ട്, ആരേക്ക് അവിടെ ഉള്ളവരെല്ലാം കൂടെ വന്നത്. ചിലർ എഴുന്നേറ്റ് അല്ലെങ്കിൽ സ്തേഫാനോസിനെതിരെ തർക്കിച്ചെന്നല്ലേ. കൃപ നിറഞ്ഞവനായിട്ട് അഭിഷേകം പ്രാപിച്ചു പോയവനാ. അവനോടെന്താ പലരും തർക്കിച്ചെന്ന് പറയാം. അതിന്റെ 10ാം വാക്യത്തിൽ പറയുക, തർക്കിച്ചവരോട് തിരിച്ചു തർക്കിക്കാനാണോ സ്തേഫാനോസ് പോയത്? അല്ലെങ്കിൽ ഒന്നുമല്ല. അവൻ പറഞ്ഞതാ, എന്നാൽ അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്ത് നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ലെന്ന്. ആമേൻ, സ്തോത്രം. നിന്റെ ജ്ഞാനത്തോടും അഭിഷേകത്തോടും എതിർത്ത് നിൽക്കാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല. അല്ലെങ്കിൽ ഒരു ജ്ഞാനമുള്ളവനും കഴിയത്തില്ല. ഒരു ക്വാളിറ്റി ഉള്ളവനും കഴിയത്തില്ല. ലോകം പറയുന്ന ക്വാളിറ്റി ഉള്ളവന് അല്ലെ നീ പ്രാപിച്ച പരിശുദ്ധാത്മാവിനെതിരെ നിൽക്കാൻ കഴിയത്തില്ല. കാരണം എന്താ? അല്ലെങ്കിൽ നമ്മുടെ ക്വാളിറ്റി കൊണ്ടല്ല കേട്ടോ അവര് നമ്മോട് എതിർത്ത് നിൽക്കാത്തത്. തർക്കിച്ച് നിന്നവർ വരെ അല്ലെങ്കിൽ നമ്മളോട് എതിർത്ത് നിൽക്കാൻ കഴിയാഞ്ഞത് എന്താണെന്നറിയോ? നമ്മുടെ ഉള്ളിൽ പ്രാപിച്ച പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ആ അഭിഷേകത്തോട് എതിർത്ത് നിൽക്കാൻ ഒരു ശത്രുവിനും കഴിയത്തില്ലെന്ന്. ആമേൻ, സ്തോത്രം. ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ. അല്ലെ നിന്റെ അഭിഷേകത്തിനെതിരെ വിരൽ ചൂണ്ടി വരുന്ന പലതുമുണ്ട്. ശത്രു എഴുന്നേറ്റ് നിൽക്കും, നിന്നെ ഒതുക്കിക്കളയുമെന്ന്. നിന്നെ മുൻപോട്ട് വിടത്തില്ല, 40 തികക്കിത്തില്ല. അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് നിൽക്കുന്ന ശത്രുവിനോട് ഇന്ന് അല്ലെങ്കിൽ രാത്രികാലം പറ, ഞാൻ വെറുതെ അല്ല, മാനുഷിക ബുദ്ധിയോടല്ല ഞാൻ എഴുന്നേറ്റിരിക്കുന്നത്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തോടാണ് ഞാൻ എഴുന്നേറ്റിരിക്കുന്നത്. എന്റെ ഉള്ളിൽ വ്യാപരിക്കുന്നത് മനുഷ്യന്റെ ശക്തിയല്ല, പരിശുദ്ധാത്മാവിന്റെ ശക്തിയായി എന്നിൽ വ്യാപരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ശക്തിയോട് എതിർത്ത് നിൽക്കാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല. ഉടകാരകന പ്രൗഢരാജകന ശരഭം ധുരജ പ്രൗഢരം ധരാജകന റീതല ബലവ ശന്തലാരകന അടകത്തേരര ഭൗഷം ധരാജ ശക്തിയോടെ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ യേശു എന്ന നാമമേന്തി ഇറങ്ങി നിൽക്കുന്ന ഒരുവന് നേരെ ഹല്ലേലൂയ വിരൽ ചൂണ്ടാൻ കർത്താവ് അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. അവൻ തർക്കിച്ച് നിൽക്കാൻ കർത്താവ് അനുവദിക്കത്തില്ല. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനെതിരെ അല്ലെങ്കിൽ നിൽക്കാൻ ഹല്ലേലൂയ വാകൾ ഉയർത്തി വരുമ്പോഴേ കർത്താവ് അവിടെ പ്രവർത്തിക്കും. ആമേൻ. റീഗാബാബാബാ ശംദരാരകന പ്രൗഢരാധന
ഈ ബലബലവശന്തൽ പ്രൗഢരം ദരാജകനാ. ദാവീദ് പറയാ, എന്നോട് എതിർത്ത് നിൽക്കുന്നവർ അനേകരാണ്, പക്ഷെ ദാവീദിനെ തോൽപ്പിക്കാൻ പറ്റിയോ? കാരണം ഇല്ല. കാരണം ഹല്ലേലൂയ, ദൈവത്തിന്റെ സാന്നിധ്യം. ഉറഗാബാബശന്തരാരകന. ജീവനുള്ള ദൈവത്തെ സേവിച്ച ദാവീദിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. യുദ്ധമുണ്ടായിരുന്നു. ഹല്ലേലൂയ. ജീവിതത്തിൽ ഒരു ഭാഗം മുഴുവന് ഹല്ലേലൂയ യുദ്ധം ചെയ്തു. രാജ്യങ്ങൾ എതിർത്തു വന്നു. സ്വന്തം പുത്രൻ വരെ എഴുന്നേറ്റ് വന്നു എതിരെ. ഒറീകപ്രദാലപന. നമ്മൾ നനയ്ക്കാത്തവർ വരെ, കൂടെ നിൽക്കുന്നവരെ എഴുന്നേറ്റ് നമ്മുടെ നേരെ വരും. പക്ഷെ നമ്മൾ നിൽക്കുന്നത് ആരുടെ പേരില്ല? ഹല്ലേലൂയ, നീ നിന്ദിക്കുന്ന, ഹല്ലേലൂയ, ഗോലിയാത്തിനോട് പറയാ, നീ നിന്ദിക്കുന്ന ആ യഹോവയുടെ നാമത്തിലാണ് ഞാൻ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പറയാൻ കഴിയണോ? ഹല്ലേലൂയ ജനമേ, ഹല്ലേലൂയ ശത്രുവേ, നീ നിന്ദിക്കുന്ന യേശു എന്ന നാമത്തിലാണ് ഞാൻ വരുന്നത്. എന്നെ തോൽപ്പിക്കാൻ നിനക്ക് കഴിയത്തില്ല. ഉറകാബാബാബ ശന്തരാരകന പ്രൗഢരാധര റീബലബലവശന്തരാരകന അടകന രാതലബലവശന്തരം ജുബാരകന റീതൽ പ്രൗഢര. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പദ്ധതി അല്ലെങ്കിൽ വെളിപ്പെടുക. ചിലതിന്റെ ഭവനത്തിനകത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തി, യേശുവെന്ന നാമത്തിന്റെ പവർ ഇറങ്ങിയ അടകം ദൂരര വേദലബലവശന്തൽ പ്രൗഢര. യേശുവെന്ന നാമത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം ഭവനങ്ങളുടെ മേൽ ഇറങ്ങിയ വ്യക്തി ജീവിതങ്ങളുടെ മേൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ യേശുവെന്ന നാമം ഭവനങ്ങളുടെ അകത്തു വ്യാപരിക്കുക. ഉടകാരകന പ്രൗഢരാധ രാജകന റീതലബലവ ശിവബലബലവ ശംദരേരിഗരാജകന റീതലബലവ ശംദരാരകന ഉടകന രാധലബലവ ശംദൽ പ്രൗഢരം ദരാജകന റീത പ്രൗഢരാധന. യേശുവെന്ന നാമമേന്തി നിനക്ക് ലജ്ജിക്കേണ്ടി വരത്തില്ല. യേശുവെന്ന നാമം എടുത്ത് നിനക്ക് ലജ്ജിക്കേണ്ടി വരത്തില്ല. ആ നാമം നിന്നെ വിടിവിക്കോ. ആ നാമം നിന്നെ കരക്കെത്തിക്കോ. ആ നാമം നിന്നെ ഉയർത്തോ. ആ നാമം നിന്നെ ഹല്ലേലൂയ പദവികളിലെത്തിക്കോ. ആ നാമം നിന്നെ നിറയ്ക്കും. ഉറകാരകന പ്രൗഢരാധ രാജകന റീതലബലവ ശംദരാരകന അസ്തനം ജുബാലകന റംദൽ പ്രൗഢര റീഗത്തരം ജരാദന റംദ പ്രൗഢര അർത്ഥനാരകന പ്രൗഢിരി രഗശ്യതാലകന റീതലബലവ ശംദരം ജുബാരകന റീതൽ പ്രൗഢരാധന റീഗത്തരം ജരാദന റംദ പ്രൗഢര. യേശുവിന്റെ നാമത്തിൽ അവിടുന്ന് ഹല്ലേലൂയ. അതിനകത്ത് ഹല്ലേലൂയ സ്തേഫാനോസ് എന്താ കടന്നുപോകെ? എന്തുകൊണ്ടാ? ആത്മാവിന്റെ ശക്തിയോടെ കടന്നുപോയി. ആർക്കും എന്താ അവനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല, അവനെ എതിർത്ത് നിൽക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഹല്ലേലൂയ ദൈവം ഉദ്ദേശിച്ചൊരു സമയമുണ്ടല്ലേ. ഹല്ലേലൂയ നമ്മൾ ചോദിക്കും, എന്തുകൊണ്ടാ സ്തേഫാനോസിനെ പെട്ടെന്ന് കല്ലെറിഞ്ഞേ? കാരണം എന്താണെന്നറിയോ? അതിനകത്തും ഒരു ദൈവപ്രവൃത്തിയുണ്ട്. ഹല്ലേലൂയ ഓരോരുത്തർക്കും കർത്താവ് നിശ്ചയിച്ചിരിക്കുന്ന ഒരു കാലാവധി ഉണ്ടല്ലേ. അല്ലെ, അതിനകത്ത് നമ്മൾ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ശുശ്രൂഷയുടെ കാലാവധി ഇത്രയാണെങ്കിൽ അത് കഴിയുമ്പോൾ കർത്താവ് നമ്മളെ വിളിക്കും. ഹല്ലേലൂയ, നമ്മൾ പോയേ പറ്റൂ അല്ലേ. കർത്താവേ, ഞാൻ ഇച്ചിരൂടെ പറഞ്ഞില്ലല്ലോ, എനിക്ക് ഇത്തിരൂടെ ചെയ്യാനുണ്ടായിരുന്നു. നോ, നീ അല്ലെങ്കിൽ അടുത്ത ആളെ, അല്ലേ, നീ അല്ലെങ്കിൽ നിന്റെ മോനെ എഴുന്നേൽപ്പിക്കോ, നീ അല്ലെങ്കിൽ നിന്റെ മകളെ എഴുന്നേൽപ്പിക്കോ, നീ അല്ലെങ്കിൽ നിന്റെ സഹോദരിയെ എഴുന്നേൽപ്പിക്കോ. ഹല്ലേലൂയ യേശുവിന്റെ നാമത്തെ. നീ അല്ലെങ്കിൽ നിന്റെ കൂട്ട് സഹോദരിയെ എഴുന്നേൽപ്പിക്കും, കൂട്ട് സഹോദരനെ എഴുന്നേൽപ്പിക്കോ. ഹല്ലേലൂയ നിന്നിലേൽപ്പിച്ച കടമ തീരുമ്പോൾ ഹല്ലേലൂയ അടുത്ത ജനറേഷനെ കർത്താവ് എഴുന്നേൽപ്പിക്കോ. നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ എന്റെ തലമുറയെ ഒന്ന് എഴുന്നേൽപ്പിക്കണമേ അപ്പാ. അല്ലെങ്കിൽ എന്റെ തലമുറ നശിച്ചു പോകുന്ന ഒരു കൂട്ടം തലമുറയുടെ നടുവിലാ എന്റെ കുഞ്ഞുങ്ങളും വളരുന്നത്. അപ്പൊ അവർ നശിച്ചു പോകാനല്ല, എന്റെ തലമുറ കർത്താവിന്റെ നാമവും ഇന്ത്യ എഴുന്നേൽക്കട്ടെ. ഇന്ന് രാത്രിക്കാൻ എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയോ? കർത്താവേ, എന്റെ ജനറേഷൻ കൊണ്ട് യേശുവിന്റെ നാമം നിൽക്കാനല്ല, ഞാൻ കഴിഞ്ഞാൽ എന്റെ തലമുറ എഴുന്നേൽക്കും, എന്റെ തലമുറ എഴുന്നേൽക്കും. ഞാൻ കഴിഞ്ഞാൽ എന്നോട് കൂടെ ഇരിക്കുന്നവർ എഴുന്നേൽക്കും. ഓ ജീബാബാബ ശംദര രഗന പ്രൗഢരാധ രാജകന റീതലബലബ ശരബലബലബ ശംദൽ പ്രൗഢരാധന. ഹല്ലേലൂയ. അതിനകത്ത് പറയുക, അതിനകത്ത് എന്താ, എല്ലാവരും അതിനെതിരെ വരികയാ. ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്താം. അല്ലെങ്കിൽ 15-ാം വാക്യത്തിൽ പറയുക കേട്ടോ. അല്ലെങ്കിൽ 15-ാം വാക്യത്തിലേക്ക് പറയുക, അവന്റെ നേരെ എന്താ വിരോധമായിട്ട് സംസാരിക്കാൻ എഴുന്നേൽക്കുക. ഇടപെടാതെ സംസാരിച്ചു വരിക വിരോധമായിട്ടല്ലേ. വിരോധമായിട്ട് വരുമ്പോ എന്താ, അല്ലെങ്കിൽ അതിനകത്ത് 14-ാം വാക്യത്തിൽ പറയുക, ആ നസ്രേനായ യേശു ഈ സ്ഥലം നശിപ്പിച്ച് മോശ നമുക്ക് ഏൽപ്പിച്ച മര്യാദകളെ മാറ്റിക്കളയും എന്ന് ജനത്തെ എന്താ ഹല്ലേലൂയ പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിക്കുക അല്ലെ. മോശ കൊണ്ടുവന്ന പ്രമാണങ്ങളെയൊക്കെ അല്ലെ യേശുവെന്ന ആ നാമം എടുത്തെന്താ തെറ്റിദ്ധരിപ്പിക്കാൻ പോകുക. ഹല്ലേലൂയ അതിനകത്ത് തെറ്റിദ്ധരിപ്പിക്കാൻ പോകുക അല്ലെ. പക്ഷേ അതിനകത്ത് മര്യാദകളെ എന്താ മാറ്റിക്കളയാൻ പോകുന്ന സ്തേഫാനോസിനെ കുറിച്ച് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്താ ജനത്തിനകത്ത്. എന്തിനാ? അവനെ എല്ലാരും വെറുക്കണം, അവൻ പറയുന്ന യേശുവിനെ ആരും കേൾക്കരുത് അല്ലേ. പക്ഷേ അല്ലെങ്കിൽ ജനത്തിനകത്ത് ആരെതിർത്തും
മറ വെച്ച് നിന്നാലും ഹല്ലേലൂയ ഒരുവന്റെ വാ കൊണ്ട് പറഞ്ഞ നീ ആ യേശുവിനെ അല്ലെങ്കിൽ അവനെ അനുസരിക്കരുത്, അവൻ പറയുന്ന കേൾക്കരുത്, അവൻ പറയുന്ന യേശു അല്ല ദൈവം. നമ്മൾ അനുസരിച്ചു വന്ന മോശയുടെ പ്രമാണങ്ങളെ അവൻ തെറ്റിക്കുക. പഴയ നിയമത്തെ മൊത്തം തെറ്റിച്ചുകൊണ്ട് എഴുന്നേറ്റ് വന്നാൻ അവൻ യേശു ഒന്നും അല്ല. ഹല്ലേലൂയ, അവൻ ദൈവമൊന്നും അല്ല, മശിഹായൊന്നും അല്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. അതിനകത്ത് പറയുക ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞു വന്നിട്ടും എന്താ പറയുന്നേ, അവന്റെ മുഖത്തേക്ക് നോക്കി കേട്ടോ. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ 15-ാം വാക്യത്തിൽ പറയുക, ന്യായാധിപ സംഘത്തിൽ അല്ലെ ഇരുന്നവരെല്ലാവരും അവനെ ഒന്ന് ഉറ്റുനോക്കിയെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അവിടെ അവര് കണ്ടതെന്താ? ഒരു മനുഷ്യന്റെ മുഖത്തും കാണാത്തൊരു ശോഭ അവിടെ കണ്ട്. അവിടെ കാണുന്ന എന്താ? അവന്റെ മുഖം ആരെ പോലെ ഇരുന്നത്? ഒരു ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു. ഇന്ന് രാത്രി കാലം നമുക്ക് പറയാൻ കഴിയണോ? അല്ലെ, നമ്മളെ നിന്ദിക്കുന്നവര് നമ്മളെ കാണുന്നത് എങ്ങനെയാ? നമ്മളെ കാണുമ്പോ ഈ മുഖമല്ല അവർ കാണുന്നത്. പലരും നമ്മളെ നോക്കി കുറ്റം വിധിച്ചോണ്ട് അവനെ വിശ്വസിക്കല്ലേ, അവൻ പറയുന്നൊന്നും കേക്കല്ലേ എന്ന്. പക്ഷേ ഹല്ലേലൂയ ഹല്ലേലൂയ, ദൈവനാമത്തിൽ ഇന്ന് രാത്രികാലം പറയുക, നീ യേശുവിന്റെ നാമം എടുത്തെങ്കിൽ നിന്റെ മുഖം ശോഭിക്കും. എങ്ങനെയാ? ഒരു ദൈവദൂതനെ പോലെ ഒരു ദൈവമഹത്വം വെളിപ്പെട്ട് മുഖശോഭയോടെ ദിവസങ്ങളിൽ പലരും കാണും. ആമേൻ ആമേൻ ആമേ. സ്തോത്രം. നിന്റെ മുഖം കാണാൻ പോകുന്ന ഒരു മഹത്വം വെളിപ്പെട്ടിട്ടാ, അല്ലെ ശോഭയോടുകൂടിയാ. നമ്മൾ ഒരു പക്ഷെ കറുത്തോ വെളുത്തോ ഒക്കെ ഇരിക്കുകയായിരിക്കാം, പക്ഷെ നമ്മുടെ മുഖം ഇങ്ങനല്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, യേശുവിന്റെ നാമം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, അല്ലെ ദൈവമക്കളെ, നമ്മുടെ ഈ മുഖം എങ്ങനെയോ ഇരുന്നോട്ടെ, ഹല്ലേലൂയ, പക്ഷെ ഈ രൂപത്തിലല്ല മറ്റു പലരും കാണുന്നത്. ഒരു ദൈവപുരുഷ അല്ലെ ദൈവപുരുഷൻ അല്ലെങ്കിൽ ദൈവദാസി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവരുടെ മുഖം ശോഭയുള്ളതെന്നൊക്കെ പറയുന്നത്. ചിലതിന്റെ മുഖം ഈ ദിവസങ്ങളിൽ ശോഭിക്കാൻ പോകുക. ജീവപ്രദാലപന റംദൽ പ്രൗഢരാധന അടകന രേതലബലവ ശംദര രഗന പ്രൗഢരാധരശദാലകന റംദൽ പ്രൗഢരാധന. ചിലത് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ചില മരണ അടക്കങ്ങൾ കഴിഞ്ഞു വരുമ്പോൾ അല്ലെങ്കിൽ ചില ബോഡിയെ നോക്കി ചിലർ പറയുന്നത് കണ്ടിട്ടില്ലേ? എന്തൊരു തേജസ് അവരുടെ മുഖത്ത്, മരിച്ചു കിടക്കുവാന്ന് പോലും പറയത്തില്ലെന്നല്ലേ, കേട്ടിട്ടില്ലേ? ഹല്ലേലൂയ. ചിലത് അങ്ങനെയാ. കർത്താവിന് വേണ്ടി നിന്നത് മരിച്ചടക്കപ്പെട്ട് കിടന്നാലോ അവരുടെ മുഖത്തിനകത്ത് ആ ശോഭ കാണും. മരണം നമ്മളെ തോൽപ്പിക്കാനൊന്നും കർത്താവ് സമ്മതിക്കത്തില്ല കേട്ടോ. മരിച്ചു കിടന്നാ പോലും ഒരു പറയോ, ഓ ദൈവത്തിന് വേണ്ടി യേശുവെന്ന നാമം എടുത്തു നിൽക്കുന്ന അല്ലെങ്കിൽ ദൈവദാസനു ദാസിയോ അവരുടെ മുഖം മരണത്തിൽ പോലും ശോഭിച്ചു നിൽക്കുന്ന പ്രൗഢരാ കഷ്ടതയുണ്ട് നമുക്കല്ലേ. കഷ്ടതയുടെ നടുവിലൂടെ കടന്നു പോകുന്നത്. നമ്മുടെ കഷ്ടതയിൽ കൂടെ ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുമ്പം നിങ്ങൾക്ക് എന്നെ നോക്കി പറയാൻ കഴിയുന്നു ഞാൻ ഏതോ ഒരു വലിയ കഷ്ടത്തിലൂടെ പോകുന്നതെന്ന്? പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറ്റത്തില്ല. ഹല്ലേലൂയ. വലിയൊരു സാക്ഷ്യമായി ഞാൻ പുറത്തു വരുന്നൊരു ദിവസമുണ്ട്. അന്ന് ഞാൻ കടന്നു വരും ഇതിനകത്ത്. ഞാൻ ഇപ്പൊ സാക്ഷ്യം പറയത്തെ എന്താണെന്നറിയോ? അതിനൊരു പൂർത്തീകരണം സംഭവിച്ച് അല്ലെങ്കിൽ എനിക്ക് സാക്ഷ്യമായി ഞാൻ ഇതിനകത്ത് കടന്നു വരുമോ? ഇന്ന് തന്നെ ജസിസ്റ്റർ പ്രിൻസിയൊക്കെ ഇൻവൈറ്റ് ചെയ്തതാ. പക്ഷെ അന്ന് ഞാൻ ചോദിച്ചു മേടിച്ചൊരു അവസരവുമായി ഞാൻ വരും. അല്ലെങ്കിൽ എനിക്കൊരു സമയം അല്ലെങ്കിൽ ഒരു അല്പസമയം എൻ്റെ സാക്ഷ്യം പറയാൻ എനിക്കൊരു അവസരം വേണമെന്ന് പറഞ്ഞ് ഞാൻ വരും. കാരണം ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളോട് എനിക്ക് ആ സാക്ഷ്യം പറയണം. കാരണം ഇന്ന് ഞാൻ ഈ മെസ്സേജ് എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ കടന്നു പോകുന്ന സാഹചര്യത്തിനകത്തെ പ്രതിസന്ധികളെ നിങ്ങൾ എൻ്റെ മുഖത്ത് നോക്കി വായിക്കത്തില്ല. കാരണം നമ്മൾ എടുത്തിരിക്കുന്ന ഈ പുസ്തകമാ. ഈ പുസ്തകത്തിനകത്ത് വചനം ജീവിപ്പിക്കുന്നതാ, ജീവൻ പ്രാപിപ്പിക്കുന്നതാ. കഷ്ടതയുടെ നടുവിൽ നടന്നാലോ ഹല്ലേലൂയ ഹല്ലേലൂയ നീ ജീവൻ പ്രാപിക്കോ. ഹല്ലേലൂയ. കർത്താവിന്റെ വചനവും വേണ്ടി നിൽക്കുന്ന നമ്മൾ ഓരോരുത്തരും വചനം നമ്മളെ ജീവിപ്പിക്കും. ഹല്ലേലൂയ. ലോകത്തിലൊരു മെഡിസിൻ അല്ല നമ്മളെ ജീവിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ലോകത്തിൽ ഒരു ശാസ്ത്രവും അല്ല നമ്മളെ ജീവിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഈ വചനമാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തില് അതിനകത്തെന്താ? ഹല്ലേലൂയ. അവർ കണ്ടത് സ്തേഫാനോസിന്റെ മുഖം എന്താ? ഹല്ലേലൂയ. അവിടെ ശോഭയുള്ളൊരു മുഖമല്ലേ. അതിനുശേഷം അല്ലെങ്കിൽ 7-ാം അധ്യായം തുടങ്ങുമ്പോൾ തൊട്ട് സ്തേഫാനോസ് എന്താ? അവിടെ പ്രസംഗിക്കുകയല്ലേ. ഒരു പ്രസംഗമാ. 7 മൊത്തം ഒരു പ്രസംഗമാ. ഹല്ലേലൂയ. എവിടം തൊട്ട്? അബ്രഹാം തൊട്ട് തുടങ്ങുക. അബ്രഹാം തൊട്ട് പഴയ നിയമം വിട്ടുകളഞ്ഞില്ല കേട്ടോ. ഹല്ലേലൂയ. സ്തേഫാനോസ് പറഞ്ഞുതരാ, ഇത് പകുതി വഴിക്ക് വന്ന് യേശു എന്ന് പറഞ്ഞ പൊട്ടിപ്പുറപ്പെട്ട് വന്നതൊന്നും അല്ല, ആദ്യം മുതലേ ഉണ്ടായതാന്ന് തെളിയിച്ചു കൊടുക്കുക. അബ്രഹാം മുതൽ ഇങ്ങോട്ട് തുടങ്ങിയല്ല, അവിടുന്ന് തുടങ്ങിയ ഉൽപ്പത്തി മുതൽ തുടങ്ങി വന്നിട്ട് അല്ലെങ്കിൽ അവസാനം പറഞ്ഞു വരുമ്പോ അല്ലെങ്കിൽ പറയുക അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അതിന്റെ ആ 7-ാം വാക്യത്തിന്റെ 52-ാം വാക്യത്തിൽ പറയുന്നു, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവരോട് മറുത്തു നിൽക്കുന്നു, പ്രവാചകന്മാരിൽ ഏവനെ നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നിട്ടുള്ളൂ. അല്ലെ,
ആരൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടോ? ആരെങ്കിലും നിങ്ങൾ ഉപദ്രവിക്കാതിരുന്നിട്ടുണ്ടോ? ശക്തിയോട് ആരൊക്കെ യേശു വേണ്ട, യേശുവിനെ ഒരു അല്പസമയത്തേക്കൊന്നും മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു പേരല്ല അത്. എന്നാലും ഞാൻ പറയുക, നിങ്ങൾ യേശുവിനെ ഒന്ന് മാറ്റി വെക്കുക. ഓക്കെ, നിങ്ങൾ വിശ്വസിക്കുന്ന പഴയ പ്രമാണമായിരിക്കാം, പക്ഷെ നിങ്ങൾ ആരെങ്കിലും ഉപദ്രവിക്കാതിരുന്നിട്ടുണ്ടോ? ഈ പറയുന്ന മോശയെ നിങ്ങൾ ഉപദ്രവിക്കാതിരുന്നിട്ടുണ്ടോ? കൂട്ടത്തെ ഉപദ്രവിക്കാതിരുന്നിട്ടോ? ഇസ്രായേൽ ജനത്തെ ഉപദ്രവിക്കാതിരുന്നിട്ടുണ്ടോ? ഇല്ല. ദൈവജനത്തെ അന്നും ഇന്നും നിങ്ങൾ ഉപദ്രവിക്കുക. ആ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ അനുസരിച്ചിട്ടില്ല. ഹല്ലേലൂയ. അവിടെ നിന്ന് പറയുക, അവിടെ നിന്ന് സുവിശേഷം പറഞ്ഞു തീർന്നതും. കണ്ടോ, എവിടെയാ നമ്മളോട് പക വരുന്നത്? എവിടെയാ നമുക്ക് നേരെ പല്ലികടി വരുന്നതെന്നാ? ഹല്ലേലൂയ. 7-ാം ഭാഗത്ത് ഞാൻ വായിച്ച കുറിവാക്യമാ 58. ഇത് കേട്ടപ്പോൾ, ഏത് കേട്ടപ്പോഴാ? സുവിശേഷം. ഹല്ലേലൂയ. ആദ്യം മുതൽ, ഉൽപ്പത്തി മുതൽ യേശു വരെ വരെയുള്ള സുവിശേഷം പറഞ്ഞു നിർത്തിയപ്പോഴാണ് ആർക്ക് നേരെയാ പല്ലുകടി ഉണ്ടായത്? അതാ, എവിടെയാ സത്യം പറയുന്നവന് നേരെ പല്ലുകടി ഉണ്ടാവും. ഹല്ലേലൂയ. എല്ലാരെയും സുഖിപ്പിച്ച്, ഹല്ലേലൂയ, 4 പ്രവചനമൊക്കെ പറഞ്ഞ് നന്മ വരും, നന്മ പ്രാപിക്കും, കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ അങ്ങ് പോയാൽ മതി, ഇങ്ങനെ അങ്ങ് പോയാൽ മതി, കുറവൊന്നും കുഴപ്പമില്ല, കുറവൊന്നും പറഞ്ഞില്ലേലും നികത്തിയില്ലേലും കുഴപ്പം, പരിശുദ്ധാത്മാശയൊന്നും പ്രാപിച്ചില്ലേലും കുഴപ്പമില്ല, പാടിയും തുള്ളിയോ ചുമ്മാ ഒന്ന് കൈയടിച്ച് സാമട്ടിനൊക്കെ ഇരുന്നാ മതി എന്ന് പറഞ്ഞു പോകുകയാണെങ്കിൽ ഉണ്ടല്ലോ, അവിടെ ആർക്കും വിരോധമില്ല, അല്ലേ? ആർക്കും വിരോധമില്ല. ഒരാളൊന്ന് എഴുന്നേറ്റോ, ഹല്ലേലൂയ, നിന്റെ കുറവിനെ ഒന്ന് ഏറ്റു പറയണം എന്നൊന്ന് പറഞ്ഞോ, ഹല്ലേലൂയ. എല്ലാവർക്കും അത് പിടിക്കത്തില്ല കേട്ടോ. 10 പേരുണ്ടെങ്കിൽ 2 പേരെ അതിനകത്ത് ഉൾക്കൊള്ളുന്നവര് കാണും, പക്ഷെ അവന് വിടുതല. ബാക്കി എന്താ, 8 പേരും അവരോട് എതിർത്തേ ഉള്ളൂ. കുറവ് പറയാൻ വന്നിരിക്കുന്നല്ലേ? അല്ലെങ്കിൽ പലയിടത്തും കാണുന്ന എന്താ, യാഥാസ്ഥിതികമായി യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുന്ന പല ദൈവദാസന്മാരെയും ദാസിമാരെയും തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമാ. പക്ഷേ ഹല്ലേലൂയ, അത്ഭുതവും അടയാളവും അല്ലെങ്കിൽ സമൃദ്ധിയും പ്രസംഗിക്കുന്നവരെന്താ, എല്ലാവരും ചേർത്തുകൊള്ളുണ്ട്. അവരുടെ മേൽക്കുമേൽ എന്താ, ലോകം കാണുമ്പോൾ എന്താ, അവിടെ തടിച്ചുകൂടുക ജനം. ദൈവമക്കളെ, നമ്മുടെ അടുത്ത് തടിച്ചുകൂടിയൊന്നും വേണ്ട ജനം. അല്ലെങ്കിൽ 10 പേരെ ഉള്ളോ? അവര് ദൈവത്തെ അറിയണം, യേശുവിനെ അറിയണം, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, സത്യം തിരിച്ചറിയണം, കുറവ് പറഞ്ഞ് സ്തോത്രം കുറവുകളെ ഏറ്റുപറഞ്ഞ്, കർത്താവിന് ഏറ്റവും ഇഷ്ടം എവിടാന്നറിയോ? കർത്താവ് നമ്മുടെ അടുത്ത് അത്ഭുതം പ്രവർത്തിക്കുന്ന ഏത് സാഹചര്യത്തിലാണെന്നറിയോ? കുറവുകളെ ഏറ്റുപറയുമ്പോഴാ. നമ്മുടെ ഉള്ള കുറവുകളെ, കർത്താവെ, എൻ്റെ ഭാഗത്തുനിന്ന് വന്ന ഒരു വാക്കായിരിക്കാം, വാക്കിനെ ഞാൻ ഏറ്റുപറയുന്നു, ആ വ്യക്തിയായിട്ട് ഞാൻ നിരപ്പ് പ്രാപിക്കുന്നു. അവരോട് ക്ഷമ ചോദിക്കുമ്പോൾ നമ്മുടെ ഒന്നും കുറഞ്ഞു പോകത്തില്ല കേട്ടോ. പക്ഷെ കർത്താവ് പറയും, ഏറ്റവും അധികം സ്വർഗം സന്തോഷിക്കുന്നതാ നമ്മൾ നിരപ്പ് പ്രാപിക്കുമ്പോൾ. അവിടെ അത്ഭുതങ്ങൾ നടക്കും. നമ്മൾ ഒന്നിനും വേണ്ടി പോകണ്ട. ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താണെന്നറിയോ? നിരപ്പ് പ്രാപിക്കണം. ഇതിനകത്തിരിക്കുന്നവരോട് കർത്താവ് സംസാരിക്കുക. നിങ്ങൾ ഉപവസിക്കുന്നല്ലോ, പ്രാർത്ഥിക്കുന്നല്ലോ, പക്ഷെ എവിടെയെങ്കിലും ഒരു വാക്കുകൊണ്ടെങ്കിലും നമ്മുടെ സഹോദരങ്ങളോട് ചിന്തിച്ചാൽ മതി. ചിന്തയിലെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഈ 15-ാം ദിവസം പരിശുദ്ധാത്മാവ് സംസാരിക്കുക. അല്ലെങ്കിൽ ഇന്ന്, അല്ലെങ്കിൽ രാത്രികാലം ഈ വചനം കേൾക്കുമ്പോൾ എവിടെയെങ്കിലും കുറവ് വന്നു പോയിട്ടുണ്ടെങ്കിൽ പരസ്പരം പറയണ്ട, ജസീസ്രോട് പറയണ്ട, അല്ലെങ്കിൽ അപ്പുറത്തിരിക്കുന്ന ഭർത്താവിനോട് പറയണ്ട, ഭാര്യയോട് പറയണ്ട. നിങ്ങളുടെ ഉള്ളം യേശു കർത്താവിനോട് സംസാരിക്കണം. അപ്പാ, എൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ചെറിയ തെറ്റ് വന്നു പോയി, അത് സംസാരത്തില, അല്ലെങ്കിൽ ഞാൻ ചിന്തിച്ച ചിന്തയില്ല. കർത്താവെ, ഞാൻ ക്ഷമ ചോദിക്കുന്നു. ക്ഷമ ചോദിക്കേണ്ടവരോട് പോയി ക്ഷമ ചോദിച്ചോണം. നമുക്കൊരു കുറവും വരത്തില്ല കേട്ടോ. നമ്മൾ എവിടെയൊക്കെ ചോദിക്കാമോ അവിടെയൊക്കെ പോയി ചോദിച്ചോണം. നമുക്കൊരു കുറവും വരത്തില്ല. അല്ലെങ്കിൽ കർത്താവ് അവിടെ പറയുന്നത്, നീ ക്ഷമ ചോദിക്കുമ്പോൾ അവരുടെ മുന്നിൽ താഴുവല്ല, നീ ഉയരുക. എൻ്റെ മുമ്പ് ഞാൻ നിന്നെ ഉയർത്തപ്പെടുക. അല്ലെങ്കിൽ അവിടെ നമ്മൾ താഴ്ന്ന പോലെ അവർക്ക് തോന്നിയേക്കാം, പക്ഷെ കർത്താവ് പറയാം, നീ എൻ്റെ മുമ്പിൽ ഉയർത്തപ്പെട്ട് കഴിഞ്ഞു. ഹല്ലേലൂയ. നിരപ്പ് പ്രാപിച്ച് മുമ്പോട്ട് പോകണം. പെട്ടെന്ന് പരിശുദ്ധാത്മ ഓർപ്പിച്ച കാര്യമുണ്ട് കേട്ടോ, ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞത്. എവിടെയെങ്കിലും ആ ഒരു കുറവുണ്ടെങ്കിൽ നികത്തി പോവുക, അത്ഭുതങ്ങളെ കർത്താവ് കാണിക്കും. അതോടൊപ്പം തന്നെ ഹല്ലേലൂയ, അതിന് ശേഷമാണ് എന്താ, ഹല്ലേലൂയ, പല്ല് ഞറുമി, ഹല്ലേലൂയ, അവനോട് എന്താ നേരെ വരിക. അവിടെയാണ് ഹല്ലേലൂയ കുറിവാക്യത്തിൽ നമ്മളോട് കർത്താവ് സംസാരിച്ചത് എന്താ, അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കിയെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ നടക്കുന്ന പല്ല് ഞറുമല്ലോ, ഹല്ലേലൂയ, ഒന്നും കണ്ടില്ല. അവൻ ഉറ്റുനോക്കിയത് സ്വർഗത്തിലേക്കാ. ഹല്ലേലൂയ, യേശു നിൽക്കുന്നത് കാണുക. ഹല്ലേലൂയ, അതിലും വലിയൊരു ഭാഗ്യം സ്തേഫാനോസേ വേണോ? ഹല്ലേലൂയ, ദൈവ പൈതലേ, യേശുവിന്റെ മഹത്വം ഒന്ന് കാണുവാൻ കഴിഞ്ഞെങ്കിൽ അതിലും വലിയൊരു ഭാഗ്യം വേണോ? സ്വർഗം തുറന്നിരിക്കുന്നത് കാണുക. ഓറാകാബാലശന്തരാരകന, സ്വർഗത്തിന്റെ അനുഭവം കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിലും വലിയൊരു ഭാഗ്യമില്ല. ഹല്ലേലൂയ. അവിടെ നിന്നുകൊണ്ട് 57-ാം വാക്യത്തിൽ പറയുന്നു, അവർ ഉറക്ക നിലവിളിച്ചെന്ന്. ആരാ സത്യത്തിൽ നിലവിളിക്കേണ്ടത്? സ്തേഫാനോസ് അല്ലേ? ഹല്ലേലൂയ. കല്ലേറ് കൊല്ലാൻ പോകുന്നു എന്നറിയുമ്പോ, അല്ലെങ്കിൽ ഏറ് കൊള്ളേണ്ടവനല്ലേ ഉറക്ക നിലവിളിക്കേണ്ടത്? പക്ഷെ അവിടെ പറയുക, അവർ ഉറക്ക നിലവിളിച്ചു എന്ന്. എന്നിട്ട് പറയാം, ചെവി പൊത്തിക്കൊണ്ട്. എന്തിനാ? എല്ലാരും കൂടെ ഈ കൂവുന്ന നിലവിളി കേൾക്കാതിരിക്കാൻ ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവന്റെ നേരെ പാഞ്ഞു ചെന്നു. എന്തിനാ? കൊല്ലാൻ. ഹല്ലേലൂയ. കൊല്ലാൻ ചെന്നവരെ നിലവിളിക്കുക. അങ്ങനെയാണ് ദൈവ പൈതലേ,
കൃപ പ്രാപിച്ച പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ച. എനിക്ക് ആ വാക്യം വായിക്കാൻ ഭയങ്കര സന്തോഷം തോന്നി. കാരണം എന്താ, ഇവിടെ മരണത്തിന് ഏൽപ്പിക്കപ്പെട്ട് നിൽക്കുന്ന ആരാ? സ്തേഫാനോസാ. സ്തേഫാനോസ് ഇതൊന്നും കാണുന്നില്ല. സ്തേഫാനോസ് സന്തോഷത്തോടെ സ്വർഗം തിരിഞ്ഞിരിക്കുന്ന ദർശനം കാണുക. പക്ഷേ സ്തേഫാനോസിന് എതിരെ വരുന്നവരെന്താ? ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ചെവി പൊത്തി. ഈ നിലവിളി കേൾക്കാതിരിക്കുക. സ്തേഫാനോസ് അതൊന്നും കേൾക്കുന്നില്ല കേട്ടോ. സ്തേഫാനോസ് ചെവി പൊത്തിയില്ല, ഒന്നും നോക്കിയില്ല. നോട്ടം മൊത്തം സ്തേഫാനോസിന്റെ മുകളിലായിരുന്നു. കർത്താവ് പറയുക, ഇന്ന് രാത്രികാലം കർത്താവ്, ദൈവ പൈതലേ, നിന്റെ ചുറ്റും നടക്കുന്നത് നോക്കാതെ അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് നോക്കാമെങ്കിൽ നിനക്ക് പ്രതികൂലമായി വരുന്ന ഒരവസ്ഥകളും നിന്നെ തോൽപ്പിക്കത്തില്ല. കർത്താവ് പറയുക, അല്ലെങ്കിൽ ഇന്ന് രാത്രികാലം നീ സ്വർഗത്തിന്റെ മഹത്വം കാണും. അല്ലെങ്കിൽ യേശുപ്പാടെ സാന്നിധ്യം നീ അനുഭവിക്കും. അത് കണ്ടുകൊണ്ട് നിന്നുണ്ടല്ലോ, നമ്മൾക്ക് നേരെ വരുന്ന ശത്രുവിന്റെ പിശാചി എത്ര കൊടികുത്തി വന്നാലും അത് നമ്മളെ തൊടാൻ കഴിയത്തില്ല. അത് നമ്മളെ അല്ലെങ്കിൽ ഒരു കണ്ണുനീര് പോലും പിശാചിന്റെ തന്ത്രങ്ങൾ കൊണ്ടുവരുമ്പോൾ വീഴത്തില്ല. നമ്മളുടെ കണ്ണുനീര് വീഴുന്നുണ്ടെങ്കിൽ എവിടെയാ? കർത്താവിന്റെ മുഖം കാണുമ്പോൾ സന്തോഷത്തോടെ കണ്ണു നിറയും. അല്ലെ, ദൈവമഹത്വം വെളിപ്പെടുമ്പോൾ, പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ നമ്മൾ കണ്ണുനീരൊഴുക്കി. എന്തുകൊണ്ടാ? കരച്ചിൽ വന്ന് സങ്കടം കൊണ്ടല്ല നമ്മൾ കരയുന്നത്. കർത്താവേ, ആ മഹത്വം ഒന്ന് കാണാൻ കഴിഞ്ഞ സന്തോഷം കൊണ്ട്. ഒറാഗാബാല പ്രൗഢരാധന. ഇന്ന് രാത്രികാലം പറയാ, സന്തോഷം കൊണ്ട് കരയണം. അല്ലെങ്കിൽ സങ്കടം കൊണ്ടല്ല നമ്മൾ കരയേണ്ടത്, സന്തോഷം കൊണ്ട് കരയുന്നവരായിരിക്കണം. അല്ലെങ്കിൽ അവിടെ പറയുന്ന, അവനെ നഗരത്തിന് പുറത്തു കൊണ്ടുപോയി അല്ലെങ്കിൽ കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ അവിടെ എന്താ? വസ്ത്രമേൽപ്പിക്കുന്നൊരു ശൗല്. ഞാൻ പൗലോസിലേക്ക് പോകുന്നില്ല കേട്ടോ, പോകാനാ അന്നെങ്കിൽ അല്ലെങ്കിൽ പൗലോസിലോട്ടും പോകാനുണ്ട്. അവിടെ വസ്ത്രം കൊണ്ട് ഏൽപ്പിച്ചൊരു ശൗല് നിപ്പുണ്ട്. അല്ലെങ്കിൽ സ്തേഫാനോസിനെ കൊല്ലാൻ പറ്റുന്നുള്ളൂ, പക്ഷേ അല്ലെങ്കിൽ വസ്ത്രമേൽപ്പിച്ച് ഇപ്പൊ അവിടെ നിൽക്കുന്ന ഒരു ശൗലുണ്ട്. അല്ലെങ്കിൽ നാളെ ഒരു പൗലോസാ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ വചനം ഒന്ന് ഏറ്റെടുക്കാമോ? ഹല്ലേലൂയ. 60-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, അവനോ മുട്ടുകുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തേഫാനോസ് പറഞ്ഞ എന്താ? നിന്റെ കർത്താവേ, എന്റെ ആത്മാവിനെ തൃക്കരങ്ങൾ ഏൽപ്പിക്കുക, എന്നെ ഒന്ന് കൈക്കൊള്ളണമേ. അല്ലെങ്കിൽ കല്ലെറിഞ്ഞു, അവനോ മുട്ടുകുത്തി. കർത്താവേ, അപ്പോഴും പ്രാർത്ഥിക്കുന്ന എന്താണെന്നറിയോ? ഹല്ലേലൂയ. ഒരു ദൈവ പൈതൽ അങ്ങനെ ആയിരിക്കണം. കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുതേന്ന്. അല്ലെങ്കിൽ ഒരു യഥാർത്ഥ ദൈവ പൈതൽ അതാ ചെയ്യേണ്ടത്. നമ്മളെ കല്ലെറിയാൻ വന്നവര് നേരെ കർത്താവേ അവന് കൊടുക്കണേ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. ഇന്ന് രാത്രികാലം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്താ? കർത്താവേ, എന്റെ നേരെ അവൻ കല്ലെറിയാൻ വന്നെങ്കിൽ അവനെ കർത്താവ് ഒരു മാനസാന്തരത്തെ കൊണ്ടുവരണം. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്ന യേശു ആരാന്ന് അവനും കൂടെ തിരിച്ചറിയട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചു, മുട്ടുകുത്തി. ഹല്ലേലൂയ. ഒരൊറ്റ വാക്യം മാത്രം വായിച്ചുകൊണ്ട് ഹല്ലേലൂയ ഞാനിത് നിർത്തുകയാ. ഹല്ലേലൂയ. 7-ാം വാക്യത്തില് സ്തേഫാനോസ് 7-ന്റെ അവസാനം വന്നപ്പോ സ്തേഫാനോസ് അവിടെ തീരുക. സ്തേഫാനോസിന്റെ ജീവിതവും കഥയും അവിടെ തീരുമ്പോൾ ഹല്ലേലൂയ, അവൻ പ്രാപിച്ച അഭിഷേകം തീരുന്നില്ല. അവൻ പ്രാപിച്ച അഭിഷേകം എന്താണെന്നറിയോ? അവന്റെ വസ്ത്രം ഓറാഗാബാലശംധരാരകന, അവന്റെ വസ്ത്രം പിടിച്ചവനെ നിറച്ചു. ഓറാഗൽധരാജകന റംദൽ പ്രൗഢരാധന യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സ്തേഫാനോസിന്റെ വസ്ത്രം പിടിച്ചവനെ, ആ ശൗലിനെ കർത്താവ് അഭിഷേകം നിറച്ചു. ഒരു ദൈവ പൈതലെ, നമ്മൾ പ്രാപിച്ച പരിശുദ്ധാത്മന്റെ അഭിഷേകം നമ്മൾ ഒതുങ്ങി നിൽക്കുന്നല്ല, നമ്മുടെ ഈ വസ്ത്രത്തിൽ പോലും അത് വ്യാപരിക്കുന്നുണ്ട്. നമ്മുടെ ഈ കരത്തിൽ വ്യാപരിക്കുന്നുണ്ട്. ഈ ഒരു മുടി നാഴികക്കകത്ത് പോലും വ്യാപരിക്കുന്നതാ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അറിയാതെ പോലും നിന്റെ വസ്ത്രത്തിനകത്ത് തൊടുന്നവൻ മാനസാന്തരപ്പെടുമെന്ന്. ഹല്ലേലൂയ. അല്ലെങ്കിൽ വിരോധിയായിട്ട് ശൗല് പിടിച്ചത് വസ്ത്രമാ. അല്ലെങ്കിൽ സ്തേഫാനോസിന്റെ വസ്ത്രം പിടിച്ചു നിന്നതാ. ഒരൊറ്റ വാക്യം കൊണ്ട് നിർത്തുക. 9-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ 18 അല്ലെങ്കിൽ 22 ഞാനൊന്ന് വായിക്കുക. 18-ാം വാക്യത്തിൽ, ഉടനെ അവന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു, കാഴ്ച പ്രാപിച്ചു, അവൻ എഴുന്നേറ്റു. ആരാ? വസ്ത്രം പിടിച്ചു നിന്ന ശൗൽ എഴുന്നേറ്റു. ആമേൻ, സ്തോത്രം. എഴുന്നേറ്റു. ഹല്ലേലൂയ. സ്നാനമേൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിച്ചെന്ന്. ഉറാഖാബാല പ്രൗഢരാധന. അന്ന് വരെ ഇല്ലാത്തൊരു ബലം ഹല്ലേലൂയ പൗലോസ് പ്രാപിച്ചു. അവന്റെ പേര് മാറ്റി. ഹല്ലേലൂയ. അതിന്റെ 22-ാം വാക്യത്തിൽ പറയുന്നു, ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. ആമേൻ, സ്തോത്രം, സ്തോത്രം. യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് എന്താ? 22-ാം വാക്യത്തെ അവസാനം പറയുന്നു, ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതിരുത്തിയെന്ന്. അല്ലെങ്കിൽ യഹൂദന്മാരുടെ പക്ഷം ചേർന്ന് സ്തേഫാനോസിനെ കൊല്ലാൻ ഒരു ശൗൽ എഴുന്നേറ്റു. അവന്റെ വസ്ത്രം പിടിച്ചുകൊണ്ട് നിന്ന് അവനെ കൊല്ലുന്നത് കണ്ട് ചിരിച്ചോണ്ട് നിന്ന ശൗലിനെ, അല്ലെ, നീ പിടിച്ചത് വെറും വസ്ത്രമല്ല ശൗലെ, നീ പിടിച്ചത് വെറും വസ്ത്രമല്ല, അഭിഷേകത്തിന്റെ വസ്ത്രമാ. പ്രൗഢരാധന.
ശന്തൽ പ്രൗഢരാധന. കൃപ നിറഞ്ഞവന്റെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവന്റെ ഒരു പൊതപ്പ, അല്ലെങ്കിൽ ഒരു വസ്ത്രമാ നീ പിടിച്ചത്. അല്ലെങ്കിൽ ഏലിശയിൽ നിന്ന് ഏലിയാവിൽ നിന്ന് ഇരട്ടിപ്പങ്ക് പ്രാപിച്ച ഏലിശ, അല്ലേ ലൂയ്യ, അതിവിടെ വരുമ്പോൾ അല്ലേ ലൂയ്യ സ്തേവാനോസിന്റെ വസ്ത്രം നീ തൊട്ടെങ്കില് നീ ഒന്നും കാണണ്ട. ആ വസ്ത്രവും പിടിച്ചോണ്ട് നീ നോക്കി നിന്ന് ചിരിച്ചെങ്കില് അടുത്ത അല്ലെങ്കിൽ 9-ാം അധ്യായത്തിൽ വരുമ്പോൾ ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. എവിടെ നിന്നാ? ഒരു സ്തേവാനോസിനെ ഒതുക്കിക്കളയാൻ നോക്കിയെങ്കില് അല്ലെങ്കിൽ അവിടം കൊണ്ട് തീർന്നില്ല. ഒരു പൗലോസിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. പേര് പോലും മാറ്റി. ഒരു ശൗലെന്നുള്ളൊരു പേര് പോലും മാറ്റി ഒരു പൗലോസാക്കി മാറ്റി നിർത്തി. അല്ലെങ്കിൽ യഹൂദന്മാരെ വിറപ്പിച്ചു നിർത്തി, അവരെ മിണ്ടാതാക്കി നിർത്തി. എന്താ മിണ്ടാതാക്കിയത്? അല്ലെങ്കിൽ സ്തേവാനോസിന്റെ ശബ്ദം അവിടെ നിലച്ചപ്പോൾ അല്ലേ ലൂയ്യ, ഒരു പൗലോസിന്റെ ശബ്ദം യഹൂദനെ മിണ്ടാതിരുത്തിയെന്ന്. ഉടകനരാധലബലവ ശന്തൽ പ്രൗഢരാധന. അല്ലെങ്കിൽ നമുക്ക് മുൻപ് കടന്നുപോയ പല ഹല്ലേലൂയ ദൈവദാസന്മാര് അല്ലെ ദൈവമക്കളുടെ ശബ്ദത്തെ പലരും മിണ്ടാതാക്കി. പല ഹല്ലേലൂയ സുവിശേഷമായി എഴുന്നേറ്റ് പോയവരെ പലരെയും കത്തിച്ചു കൊന്നു, അവരെ പലരെയും മിണ്ടാതാക്കി. എങ്കിൽ നമ്മളെ എഴുന്നേൽപ്പിച്ചത് എന്തിനാ? അവരുടെ അഭിഷേകം നമ്മുടെ മേലുണ്ട്. ഓ ശന്തരാരകന, നമ്മൾ നിൽക്കരുത്, നമ്മൾ മിണ്ടാതിരിക്കരുത്. ഹല്ലേലൂയ പൗലോസ് എഴുന്നേറ്റ് യഹൂദന്മാരുടെ വായെ മിണ്ടാതാക്കിയെങ്കിൽ ഇന്ന് രാത്രികാലം പറയുക ദൈവ പൈതലെ, നമുക്ക് പിൻപിൽ പോയ പിതാക്കന്മാരുടെ ശബ്ദം നിലച്ച്, പക്ഷെ നമ്മുടെ ശബ്ദം നിലയ്ക്കരുത്. മേൽക്കുമേലിന്ന് രാത്രികാലം ശക്തി പ്രാപിക്കണോ? അവർ പകർന്നിട്ടേച്ചു പോയ, അനുഗ്രഹിച്ചിട്ടേച്ചു പോയൊരു വാക്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതും അവര് പ്രസംഗിച്ചിട്ടുണ്ട്. സ്തേവാനോസാകുന്ന ഞാൻ പോയെങ്കിൽ എനിക്ക് പകരം പുറകെ വരുന്ന പൗലോസ് എഴുന്നേൽക്കുക. പൗലോസം കൊണ്ടും തീർന്നില്ല. ശ്രീകരാജകന, അത് നിൽക്കാത്തൊരു പരമ്പരയായി ഇന്ന് നമ്മളിൽ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ കാലം കഴിഞ്ഞാലോ അല്ലെങ്കിൽ കർത്താവിന്റെ വരവ് താമസിച്ചാൽ നമ്മുടെ തലമുറ എഴുന്നേൽക്കും. യേശുവിന്റെ നാമത്തിൽ ശന്തൽ പ്രൗഢര. ഈ വചനം കേൾക്കുമ്പോൾ എത്ര പേർക്ക് ഹൃദയത്തിനകത്ത് ആനന്ദിക്കാൻ പറ്റുന്നുണ്ട്? വിഗന പ്രൗഢരം ധരാജകന റീതലബലവ. യേശുവിന്റെ നാമത്തില് ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത് ഹല്ലേലൂയ ഈ വചനത്തിനകത്തൊന്ന് ഏൽപ്പിച്ചു കൊടുക്ക. നിന്നിലൂടെ പകരപ്പെടുന്ന അഭിഷേകം ഹല്ലേലൂയ പെട്ടെന്ന് പുറപ്പെട്ടു വന്നതല്ല. നിന്റെ പിതാക്കന്മാര് പ്രാപിച്ച അഭിഷേകം, അവരെ കൊണ്ട് നിലച്ചുപോയ അഭിഷേകം, നിന്നിലേക്ക് വ്യാപരിക്കപ്പെട്ട അഭിഷേകമാ. അത് നിന്നിൽ വ്യാപരിക്കപ്പെടുന്നത് ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് പറയുക, അല്ലെങ്കിൽ ആ അഭിഷേകം നിന്നെ നിലനിർത്തും. ആ അഭിഷേകം അല്ലെങ്കിൽ നീ മഹത്വം കാണും, സ്വർഗീയ ദർശനങ്ങളെ കാണും. അല്ലെങ്കിൽ യേശപ്പ നിൽക്കുന്ന സ്വർഗം തുറന്നിരിക്കുന്ന അനുഭവങ്ങളെ ഈ ദിവസങ്ങളെ കാണുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഏൽപ്പിച്ചു കൊടുത്തോ വചനത്തിനകത്ത് കർത്താവേ, ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കപ്പാ. ഞങ്ങൾക്ക് മുൻപേ പോയ പലരുമുണ്ടപ്പാ, കഷ്ടം സഹിച്ച്, വേദന സഹിച്ച്, പട്ടിണി കടന്ന് കർത്താവിന്റെ നാമത്തിനു വേണ്ടി ഹല്ലേലൂയ അടിയും ഉപദ്രവവും കൊണ്ട് ഹല്ലേലൂയ പൊള്ളയേറ്റു മരിച്ചവരങ്ങനെ, ഉപദ്രവമേറ്റു മരിച്ചവരങ്ങനെ. കർത്താവ് ഞങ്ങളുടെ ഈ ജനറേഷനിൽ പോലും കർത്താവെ അനേകര് പലയിടങ്ങളിൽ ഇപ്പോഴും ഉപദ്രവം സഹിച്ചുകൊണ്ടിരിക്കുക. കർത്താവെ മിണ്ടാതാക്കിയെങ്കിൽ ശത്രുവേ അല്ലെങ്കിൽ നിനക്ക് ഞങ്ങളെ അവരുടെ നാവ് അടങ്ങിയെങ്കിൽ ഞങ്ങളുടെ നാവ് അടങ്ങത്തില്ല. അവരിൽ നിന്ന് സ്പ്രെഡ് ചെയ്ത് വന്ന അവര് പ്രാപിച്ച അതേ അഭിഷേകമാണ് ഞങ്ങൾ പ്രാപിച്ചത്. ഹല്ലേലൂയ. അവരുടെ മേൽ പകർന്നൊരു അഭിഷേകമാ ഇന്ന് ഞങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വസ്ത്രത്തിൽ പോലും വ്യാപരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. ഞങ്ങൾ കടന്നു ചെല്ലുന്ന സ്ഥാപനത്തിനകത്ത് വ്യാപരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. ഞങ്ങൾ കടന്നു ചെല്ലുമ്പോൾ ഞങ്ങളുടെ അടുത്ത് നിന്ന് നിൽക്കുന്നവനും കൂടെ ഹല്ലേലൂയ സ്പ്രെഡ് ചെയ്ത അഭിഷേകത്താൽ നിറയത്തക്കമുള്ള അഭിഷേകമാണ് ഞങ്ങൾ പ്രാപിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രികാലം ശത്രുവിനെ നോക്കി വെല്ലുവിളിച്ചു പറ, ഇവിടം കൊണ്ട് തീരത്തില്ല. ശത്രു നീ പരാജയപ്പെടും, പിശാചെ നീ പരാജയപ്പെടും. എന്റെ യേശുപ്പ ജയിക്കും. ആമേൻ. യേശുപ്പന്റെ മക്കളായ ഞങ്ങൾ ജയിക്കും. ആമേൻ. സ്തോത്രം. യേശുവിന്റെ നാമത്തില് കർത്താവെ ജനത്തെ അപ്പന്റെ കരത്തിലേക്ക് തരുന്നപ്പാ, ഏൽപ്പിച്ചു തരുന്നു. കർത്താവിന്റെ കൃപയിൽ ഹല്ലേലൂയ ഏൽപ്പിക്കുന്നപ്പാ. വചനം ഹല്ലേലൂയ ശുശ്രൂഷിപ്പാൻ അടിയനെയും കർത്താവ് ബലപ്പെടുത്തിനായി സ്തോത്രം. പരിശുദ്ധാത്മാവ് അടിയനെ നടത്തിയതിനായി സ്തോത്രം. അപ്പം പറയാത്ത ഒരു വാക്കും ഞാൻ പറഞ്ഞിട്ടില്ലപ്പാ. ഹല്ലേലൂയ. അതെല്ലാം കർത്താവെ ഈ ഇരിക്കുന്ന ദൈവജനത്തിനും അടിയനും ഒരു അനുഗ്രഹമായി വരും ദിവസങ്ങൾ അത്ഭുത സാക്ഷ്യമായി ഞങ്ങൾ എഴുന്നേറ്റ് വരും. കർത്താവെ ഏൽപ്പിച്ചു തരുന്നു. ഹല്ലേലൂയ. ഒരു സ്തേവാനോസ് പോയെങ്കിൽ അടുത്ത പൗലോസ്, കർത്താവെ അവരെല്ലാം കടന്നു പോയെങ്കിൽ ഞങ്ങൾ ഓരോരുത്തരും, ഞങ്ങൾ പോയെങ്കിൽ ഞങ്ങളുടെ തലമുറ കർത്താവെ ഞങ്ങൾ ഏൽപ്പിക്കുന്ന അഭിഷേകം, ഞങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട അഭിഷേകം, ഞങ്ങൾ കർത്താവ് ഇരട്ടി അഭിഷേകമായി കർത്താവ് ദിവസങ്ങൾ ഞങ്ങൾ വെളിപ്പെടുന്നതിനായി സ്തോത്രം. ഏൽപ്പിച്ചു തരുന്നു. ഈ ജനത്തെ ബ്ലസ് ചെയ്യുന്ന യേശുവിന്റെ നാമത്തിൽ അവിടുന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുന്നപ്പ കർത്താവ് സകലമാനവും മഹത്വവും
എന്റെ അപ്പന് സമർപ്പിക്കുന്ന കർത്താവെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം. കർത്താവ് ഹല്ലേലൂയ. ഇത്രയും സമയം എനിക്കറിയാം, ഒരു അല്പസമയം മുമ്പോട്ട് പോയെന്നറിയാം. പരിശുദ്ധാത്മാ നിയോഗം ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്കത് അങ്ങനെ സഡൻലി പിടിച്ചു നിർത്താൻ വയ്യാത്തത് കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞതിനകത്ത് മുക്കാൽ ഭാഗവും ഞാൻ പ്രിപ്പയർ ചെയ്ത് വന്നതല്ല. പരിശുദ്ധാത്മാവ് എനിക്ക് ഭയങ്കര ഒരു എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് ഒരു മർമ്മം ഇന്നത്തെ മീറ്റിങ്ങിനകത്ത് കർത്താവിനോട് സംസാരിച്ചൊരു ഭാഗമാണ്. സ്പോട്ടിൽ കർത്താവിനോട് ഇടപെട്ടൊരു കാര്യമാണ് വസ്ത്രം. അമ്മേൻ, എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ഹൃദയത്തെ പിടിച്ചു കുലുക്കിയതാ. അല്ലെങ്കിൽ എന്നോട് കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ സ്തേഫാനോസിന്റെ വസ്ത്രം പിടിച്ചവനാ ഹല്ലേലൂയ പൗലോസ് എന്ന്. ആ പൗലോസിൽ വ്യാപരിക്കപ്പെട്ടത് എന്താ? ആ വസ്ത്രമാണ്. എനിക്ക് ഭയങ്കര ഒരു മർമ്മമായിരുന്നു കേട്ടോ. എന്നോട് കർത്താവ് സംസാരിച്ച ആ സ്പോട്ട് കർത്താവിനോട് സംസാരിച്ചതാ. ഹല്ലേലൂയ. കർത്താവ്, നമ്മൾ ഈ ദിവസങ്ങൾ പ്രാർത്ഥനയോടായിരിക്കാം. ഈ ഉപവാസ പ്രാർത്ഥന എല്ലാവർക്കും, എനിക്കും ഇതൊരു അനുഗ്രഹമായി തീരട്ടെ. അല്ലെങ്കിൽ ഞാൻ നിങ്ങളും എൻ്റെ ശുശ്രൂഷയെ ഓർത്തും, അല്ലെങ്കിൽ ഞങ്ങളുടെ മിനിസ്ട്രിയെ ഓർത്തും, എല്ലാം ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരെല്ലാവരെയും ഓർത്ത് നിങ്ങളും പ്രാർത്ഥിക്കണം. വരും ദിവസങ്ങളിൽ നെക്സ്റ്റ് എനിക്കൊന്ന് വെള്ളി ശനിയൊക്കെ ഞങ്ങളോടൊപ്പം ഉള്ളവരൊക്കെ ഇതിനകത്ത് കടന്നു വരുന്നുണ്ട്. ഏറ്റവും അധികം എനിക്ക് സന്തോഷമാണ് അവരൊക്കെ ഇതിനകത്ത് കടന്നു വന്നു വചനം പറയുന്നത്. അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഇതിനകത്തുണ്ടായിരുന്നു ജിജോ പാസ്റ്റർ പോരെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പാസ്റ്റർ ഇതിനകത്ത് ശനിയാഴ്ച ശുശ്രൂഷിക്കായിട്ട് വരുന്നുണ്ട്. ആ ദേവദാസിനെയൊക്കെ ഞങ്ങളോടൊപ്പം ഒരു ആത്മീയ സഹോദരനാണ്. കർത്താവ് ഈ ദിവസങ്ങളിലൊക്കെ എല്ലാവരെയും കൊണ്ടുവരുന്നതിനായി സ്തോത്രം. ഞങ്ങൾ എല്ലാവരെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ഈ വചനം അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരെ ഹൃദയത്തെ ഇടപെട്ടെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ അടുത്ത ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ കടന്നു പോകുന്നൊരു സാഹചര്യമുണ്ട്. ഹല്ലേലൂയ. അത് ഞാൻ വരും ഒരു ദിവസം വന്ന് ഹല്ലേലൂയ ഇന്നത് പറയാനോ അതിനുള്ള സാഹചര്യങ്ങളോ അല്ല. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഞാൻ കടന്നു വന്ന് സാക്ഷിയുമായി വരും. അതിന് ഞാൻ ഇപ്പോഴേ ചോദിക്കുക, എനിക്ക് സാക്ഷ്യം പറയാനൊരു അവസരം ഇതിനകത്ത് തരണം. ഞാൻ നിങ്ങളുടെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ കേട്ടോ. വന്നു കഴിഞ്ഞിട്ട് ഞാൻ വരും ഒരു ദിവസം. അന്ന് കർത്താവ് വലിയൊരു സാക്ഷ്യമായി എന്നെ ഇതിനകത്ത് നിർത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്തോത്രം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയം അനുഭവിച്ചെന്ന എല്ലാവരോടുള്ള ദൈവനാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. ഒത്തിരി മാതാപിതാക്കളൊക്കെ ഇതിനകത്തിരിപ്പുണ്ട്. സോറി കേട്ടോ, ഇച്ചിരി സമയം മുമ്പോട്ട് പോയി. നിങ്ങളൊക്കെ എനിക്കറിയാം പ്രായമൊക്കെ ഉള്ളവരാ, മെഡിസിൻ കഴിക്കുന്നൊരു ഉറക്കമൊക്കെ വരുന്ന സമയം, ക്ഷമിക്കണം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹം